കുമ്പസാരിക്കണം ഫാദർ. ഫാദർ, ഞങ്ങൾ 4 പേരുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് താങ്കൾക്ക് നന്നായി അറിയാം. പെട്ടെന്ന് കാശിന് ആവശ്യം വന്നു. ഒരുപാട് ട്രൈ ചെയ്തു, കിട്ടിയില്ല. മോഷ്ടിച്ചു ഫാദർ. ഓ ഗോഡ്. എന്നാൽ എടുത്ത കാശ് എടുത്തിടത്ത് തന്നെ വെച്ചു ഫാദർ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്തുതി. അവിടുത്തെ പുത്രനായ ജെറി അവൻ ചെയ്ത പാപങ്ങൾ അവിടുത്തെ തിരുമുന്നിൽ സ്വയം ഏറ്റുപറയുന്നു. അവൻ്റെ പാപങ്ങൾ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ കഴുകിയാലും അവൻ ഇതുവരെ ചെയ്ത പാപങ്ങൾ വീണ്ടും തുടരാതിരിക്കാൻ അവിടുത്തെ കാരുണ്യം അവനിൽ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈ പ്രായത്തിൽ തെറ്റ് മനസ്സിലാക്കിയത് തന്നെ വലിയ കാര്യം. നീ പശ്ചാത്തപിച്ചില്ലേ? കർത്താവ് നിന്നോട് ഉറപ്പായും ക്ഷമിക്കും. കർത്താവ് ക്ഷമിക്കാനാണെങ്കിൽ വേറെ പള്ളിയിൽ പോയനെ ഫാദർ. അവിടുന്ന് ക്ഷമിക്കാനാണ് ഇവിടേക്ക് വന്ന്. ക്ഷമിക്കില്ലേ ഫാദർ? ഷുവർ, ഞാൻ ക്ഷമിച്ചില്ലേ. ആ അതിരിക്കട്ടെ, കാശ് എടുത്തിട്ട് പറഞ്ഞില്ല, വെച്ചിട്ട് പറഞ്ഞില്ല. ആരാ മനുഷ്യൻ? ആ മനുഷ്യൻ ഫാദർ തന്നെയാ. ഇന്നാ പിടിച്ചോ അതിന്റെ താഴെ. നോക്കുന്നിടല്ല ആകെ ഡ്രൈ ആണല്ലോ മച്ചാ. അതെ അതെ. എക്സ്റേയില് ഉള്ളിലുള്ള എല്ല് തെളിയുന്ന പോലെ റൂമിനുള്ളിലെ ഫിഗർ തെളിയുന്നതിന് എന്തേലും ഒന്ന് വേഗം കണ്ടുപിടിക്കണം മച്ചാ. ഡോൺ വരി മച്ചാ, തീർച്ചയായും നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരു വഴി ഇപ്പൊ തെളിയുന്നുണ്ട്. മച്ചാ ചരക്കടാ. എവിടെ എവിടെ എവിടെ? എന്തുവാടാ കാണിക്കുന്നത്? ഫോക്കസ് ചെയ്യടാ, ഫോക്കസ് ചെയ്യ. ഓക്കെ ഓക്കെ ഓക്കെ. കരിഞ്ഞുണങ്ങിയ ചുള്ളിക്കമ്പ് കണ്ടിട്ട് ചരക്കന്ന്. എടാ ബബിൾസ്ടാ. സ്മാർട്ട് സിറ്റിയിലുള്ള സ്വീറ്റ് 16 റോസിയാടാ അത്. റോസി ജെട്ടി ഇടുന്ന പ്രായം തൊട്ടേ എനിക്കറിയാം. നിന്റെ ഒരു ഭാഗ്യം തന്നെ മച്ചാ. ഇപ്പൊ കാണുന്നതും ജെട്ടി തന്നെയാടാ ഇട്ടേക്കണേ. ഓ മൈ ഗോഡ്, നോക്കട്ടെ. നോക്ക് നോക്ക്, ശരിക്കും നോക്ക്. മച്ചാ റോസിയടാ. ലേറ്റ് ആയിട്ടാണെങ്കിലും ഹോട്ടായിട്ടാ മച്ചാ അവള് വന്നേക്കുന്നത്. ശരിയാണ്ടാ. ബ്യൂട്ടി റോസി ദ ക്യൂട്ടി. അച്ഛൻ. അച്ഛനില്ലടാ, അമ്മയല്ലേ ഉള്ളൂ. അതല്ലടാ അച്ഛൻ. അച്ഛനെ നീ നോക്കിയോ, റോസിയെ ഞാൻ നോക്കിക്കോളാം. എന്താടാ ഇതാണോടാ ഗ്രൂപ്പ് സ്റ്റഡി? മച്ചാ അത് കണ്ടോടാ, ഹോളി ബെൽസില് വേന്ദ്രന്മാരെ നിൽക്കുന്നത്. സൈക്കിളിനൊക്കെ എന്തിനടാ സിഗ്നല്? സൈക്കിളുകാരനെ പിച്ചക്കാരനെ പോലീസ് തടയാറേ ഇല്ല. ചുമ്മാ ഓരം ചേർന്ന് പോവാൻ നോക്കും മച്ചാ. മച്ചാ സിഗ്നൽ ആയിടാ. മച്ചാ കാര്യം കഴിഞ്ഞു. മക്കളെ ഇങ്ങോട്ട് നോക്ക്. പണിപ്പാളിയല്ലേ? അളിയാ, സൈക്കിള് മാത്രല്ല പഞ്ചറാവുന്നേ, ആണിക്കേറിയ ബൈക്കും പഞ്ചറാവൂലേ? ഇതൊരു 8ന്റെ പണിയാ. ആണോ മച്ചാ? പിന്നെ അല്ലാതെ. അഡ്ജസ്റ്റ് ചെയ്തേക്കണേ, കുറ്റപ്പെടുത്തല്ലേ.
മച്ചാ ആ സായിപ്പിന്റെ പണി കണ്ടോ നീ? ഓ അയ്യോ, എന്തൊരു തിരുമല നോക്കിയ നീ. വെറുതെ തിരുമെന്ന് പറയല്ലേ മച്ചാ, നല്ല ഹോട്ട് മസാജ് എന്ന് പറ. എന്താ കുടിക്കാൻ പോവാ? അല്ല മച്ചാ, എവിടെ പ്രശ്നം ഉണ്ടായാലും ആദ്യം എന്റെ ഷർട്ടാ കീറുന്നത്. എന്താ പ്രശ്നം? എന്തായിരിക്കും പറഞ്ഞിട്ടേ അടിക്കൂ, അപ്പൊ അറിയാം. അത്രയ്ക്ക് വലിയ മുതലയോ? അറിയില്ലടാ. എന്ത് മുതലയോ? ഇത് വെറുതെ ആയി പോയല്ലോ. കഷ്ടായി പോയല്ലോ. മച്ചാ, നമ്മളെല്ലാം രക്ഷപ്പെട്ടടാ. അത് ശരിയാ, ജസ്റ്റ് മിസ്ഡാ. അതല്ലടാ, നമ്മളെല്ലാം 11th പാസ്സായടാ. ആണോടാ? അതേടാ. നമ്മുടെ ശങ്കരാടാ സ്കൂൾ ഫസ്റ്റ്. എവിടെടാ അവൻ? ഓൺ ദ വേടാ. ഓൺ ദ വേ, ഓൺ ദ വേ. ഇവര് മൊത്തം 8 പേരുണ്ട്. എല്ലാം കാഞ്ഞ വിത്തുകളാ. വഴക്ക് കാരണം ക്ലാസ് നടക്കാറില്ല. ഈ 2 ഗ്രൂപ്പിന്റെ കഴിവ് കൊണ്ടല്ലേ സ്കൂൾ തന്നെ നടന്നു പോകുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർ വഴക്കിടും, പക്ഷേ എല്ലാ പ്രശ്നങ്ങളും അവർ സോൾവ് ചെയ്യും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പ്രശ്നക്കാരൊന്നും അല്ല അവര്, കേട്ടോ. ഡാ, ഒരുപാട് ഡീസന്റ് ആവല്ലേ. ഡാ, നീ എന്താ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് വരുന്നത്? അതിന് ഞാനെന്ത് പറഞ്ഞോ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്. ഏയ്, ആരാടാ നീ? നീ ആരാടാ? ഏയ് മതി വിട്ടേക്ക്. കണ്ടില്ലേ, ഇവരെ പറ്റി സംസാരിച്ച നമ്മളും വഴക്കിടും. എന്തൊരു കുഴപ്പമാ സാർ ഇത്. കറക്റ്റ്. നമുക്ക് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം. കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചേ? എന്തൊരു ജന്മമാണ് നിന്റെയൊക്കെ? എന്തുണ്ടാക്കാനാടാ ഇപ്പൊ വന്നേക്കുന്ന നാണം കെട്ടവന്മാരെ? വെറുതെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് വീം വിളക്കാതെ മോനെ. ഇപ്പൊ കണ്ടോ നീ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്? കാണാലോ. ചേച്ചി, എന്ത് കളിയാ ചേച്ചി ഇത്? ഇവിടെ നിന്നോടി ഹോളി ബെല്ലടിക്കണം. ആരാദ്യം അടിക്കുന്നോ അവനാണ് ഹീറോ. മനസ്സിലായോ? നശിച്ചവന്മാര് കെണി വെച്ചേക്കുന്നു. പിടിച്ചെണീപ്പിക്കടാ ഇവനെ. വാടാ, പിടിക്കടാ, കാണിച്ചു തരാടാ നിന്നെയൊക്കെ. വാടാ.
ഡിയർ സ്റ്റുഡൻസ്, ഒരു സ്കൂളിന്റെ പേരും പെരുമയുമെല്ലാം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ കൈകളിൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഹോളിബിൾ സ്കൂളിന്റെ പേരും പെരുമയും ഉയർത്തുന്നതിന് നമുക്ക് 1-2 പേരല്ല, എക്സ്ട്രാ ഓർഡിനറിയായി 8 പേരെയാണ് കിട്ടിയിരിക്കുന്നത്. അവര് കാരണം നമ്മുടെ സ്കൂളിന്റെ യശസ് ഓരോ വർഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഗ്രൂപ്പായി തിരിഞ്ഞ് പന്തയം വെച്ച് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ എണ്ണം എടുക്കാനേ പറ്റില്ല. ഇവരൊക്കെ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ പോലീസോ ആവുമോ എന്ന് ചോദിച്ചാ എന്ത് പറയാനാ? 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ 2 പേർക്ക് പരിക്ക് പറ്റിയിട്ട് ഡോക്ടർ വന്നു. 11th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഒരു പയ്യന്റെ കാലൊടിച്ചിട്ട് പോലീസ് വരെ വന്നു. ഇതൊക്കെ പ്രശസ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? ഈ വർഷം 12th സ്റ്റാൻഡേർഡ് അവസാന വർഷമല്ലേ? അതുകൊണ്ട് ഇവരെല്ലാം തമ്മിൽ തല്ലുകൂടിയിട്ട് ഹോസ്പിറ്റലിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോയി നമ്മുടെ സ്കൂളിന് പ്രശസ്തി വർദ്ധിപ്പിക്കുന്നതിന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവരോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ താങ്ക്സ് പറയാം. എത്ര പ്രശ്നം ഉണ്ടാക്കിയാലും അനുമതി കൊടുക്കുന്നതുകൊണ്ട് ഇവർ വളരെ നല്ലവരായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ക്രിയേറ്റീവായി ചിന്തിച്ച് ഇന്ന് ഇവർക്ക് ഇങ്ങനെ ഡിഫറെന്റ് ആയൊരു ട്രീറ്റ്മെന്റ് ട്രൈ ചെയ്തത്. ഇതിനുശേഷവും നാണം, മാനം, വിവരം ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാ ഈ 8 ജെന്റിൽമെൻ ഇല്ലാതെ സ്കൂൾ നടത്തേണ്ട ഗതികേട് നമുക്ക് വന്നത് തന്നെ. തീരുമാനമെടുക്കേണ്ടത് ഇവർ തന്നെയാണ്. ഈവനിങ് വരെ ഈ ബെഞ്ചിൽ ഇങ്ങനെ നിന്ന് ഡീപ്പായി തിങ്ക് ചെയ്തേ. താങ്ക് യു. എന്തിനാ മാഡം ഇങ്ങനെയുള്ള അഹങ്കാരികളെ സ്കൂളിൽ നിർത്തിക്കൊണ്ട് ഇതിനൊക്കെ അവസരം കൊടുക്കുന്നേ? ഇവന്മാരൊന്നും ശരിയാവാൻ പോകുന്നില്ല. എല്ലാത്തിനും TC കൊടുത്ത് പറഞ്ഞുവിട്. കുരങ്ങൾക്ക് വാലുള്ളതുപോലെ കുട്ടികൾക്ക് കുസൃതിയും സാധാരണ. ഈ പ്രായത്തിൽ അവർ അങ്ങനെ തന്നെയായിരിക്കും. നമുക്കിപ്പോൾ അവരെ എത്തിക്കാനാവില്ല. അവർക്കൊപ്പം നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നോ പ്രോബ്ലം. കറക്റ്റാ മാഡം. അവസാനം ഞാനും അത് തന്നെ പറയാൻ വന്നേ. കൂൾ ജെറി, സുനിയുടെ തലമണ്ട പൊട്ടണം. റോഡിൽ വീണ് ഗിരീഷിന്റെ മുട്ടിന്ന് ബ്ലഡ് വരണം. ജഗന്റെ കിഡ്നി ചട്നിയാവും. കാർത്തിക് ഗട്ടറിൽ വീണു. പോടാ പോടാ, വേഗം സൈക്കിൾ എടുത്തുണ്ട് പോ. നമുക്ക് അമ്മ ഫോളോ ചെയ്യാം. വാടാ, കമോണ്ട കമോണ്ട. പൊട്ടും ഓ മനസ്സിനുള്ളിൽ അത് ഉടലാകെ ഉന്മേഷത്തിൻ താളം തന്നു. ചൊടിയോടെ ചുവട് വെച്ച് എന്നും കളിയാടാൻ എല്ലാവർക്കും കഴിവും തന്നു.
തുടി കൊട്ടും ഓ മനസ്സിനുള്ളിൽ അത് ഉടലാകെ ഉന്മേഷത്തിൻ താളം തന്നു ചൊടിയോടെ ചുവടുവെച്ച് എന്നും കളിയാടാൻ എല്ലാവർക്കും കഴിവും തന്നു. ഞങ്ങൾ സമ്മതര നല്ല മനസ്സും ഉള്ളവരാ, എന്നും സ്നേഹത്തോടെ പാട്ടുപാടി ആടും കുട്ടികളാ. ഇരുകാലം ചാടുപോലെ തന്നെ മറന്നു ചുറ്റിടുന്നേ, അത് അറിഞ്ഞിടാതെ ആരും ഞങ്ങളിൽ കോപം കാട്ടിടലേ. എപ്പോഴുമേ സന്തോഷത്തോടോരോ പണി കഴിയണവരെ പട നയിച്ചിടുമേ. ഓ ചാവല്യത്തിൻ ചൂരും പേറി ഞങ്ങൾ പല കുസൃതികളുടെ കെണിയൊരുക്കിയിടും. കള്ളമില്ല കപടമില്ല, അതിനാല് വിജയം നേടും ഞങ്ങൾ. ഏതും കുറ്റമല്ല, ഇവിടേതിലും കുറ്റമില്ല, എന്നും തുറന്ന മനസ്സ് കടന്നു പോകും പാത തെറ്റുകില്ല. പ്രായം കുറ്റമല്ല, കണ്ട കനവും കുറ്റമല്ല, ഈ കുരുന്നു വയസ്സിൽ പരതിടുന്ന കാഴ്ച തെറ്റുകില്ല. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇളവയസ്സിൽ ഇങ്ങനെ കരുതുക വയ്യ. ചുറ്റും ഭൂമി നിന്നു പോകയില്ല, പൂവിലിരുന്നു തന്നത് നിർത്താൻ ആരുമില്ല. കുറ്റമില്ല കുറവുമില്ല, അതിനാലേ അവധിയും വരണേയില്ല. തുടി കൊട്ടും മനസ്സിനുള്ളിൽ അത് ഉടലാകെ ഉന്മേഷത്തിൻ താളം തന്നു ചൊടിയോടെ ചുവടുവെച്ച് എന്നും കളിയാടാൻ എല്ലാവർക്കും കഴിവും തന്നു. സ്നേഹമുള്ള അമ്മമാരെ, ഗുരുജനങ്ങളെ, ഞാൻ നേതൃത്വത്തിൽ വന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും മന്ത്രിമാരാക്കും. അവിടെ ഇരിക്കുന്ന മന്ത്രിമാരെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തും. അയ്യപ്പ, ഇലക്ഷൻ ഡേറ്റ് മാറ്റിവെച്ചു. നിങ്ങളുടെ ക്യാൻവാസിംഗ് കുറച്ച് കഴിഞ്ഞു മതി. എന്റെ എതിർകക്ഷി വേറെ ആരുമല്ല, ഇവര് തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെന്നാൽ 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 ഡോക്ടർ, യെസ് മാം. റെഡിയർ മെഡിസിൻ മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇപ്പൊ യാതൊരു കുഴപ്പമില്ലല്ലേ? ഇന്നലെ നന്നായി ഉറങ്ങിയോ? നന്നായി ഉറങ്ങി, വളരെ മാറ്റമുണ്ട് മാം. വെരി ഗുഡ്. എന്താ ശാന്തി, എങ്ങനെയുണ്ട്? വയറ്റിനുള്ളിൽ എലിയുണ്ട്. ആണോ? നീ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യാം. വയറ്റിനകത്തേക്ക് ഒരു പൂച്ച വിടാം വിടാം. വാ സോഫി. ഡെയ്സിയെ കാണണം. ഒരു ഭാഗത്ത് എല്ലാം ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികൾ, മറുഭാഗത്ത്
ഒന്നും തന്നെ മനസ്സിലാകാത്ത ഇവരും രണ്ടും കൂടെ എത്ര ഈസി ആയിട്ടാ മാനേജ് ചെയ്യുന്നേ. കർത്താവിന്റെ കൃപ എന്നും നിനക്കുണ്ടാവട്ടെ. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഇവരും എൻ്റെ ലൈഫ്. എനിക്കിതല്ലാതെ വേറൊരു ജീവിതമില്ല. എനിക്കുള്ള സന്തോഷം ദുഃഖം എല്ലാം ഇവരുമായിട്ടാണ് ഷെയർ ചെയ്യുന്നേ. ഈ ലൈഫിൽ ഞാൻ ഹാപ്പിയാ. ആരും ഇല്ലാത്തവരെ സംരക്ഷിക്കുന്നതല്ലേ ദൈവം നിനക്ക് നല്ലതേ തരൂ. സോഫി 11th വരെ സ്പോൺസർഷിപ്പിലാ പഠിച്ചത്. ആ സ്പോൺസർ കഴിഞ്ഞ മാസം മരിച്ചുപോയി ഡെയ്സി. ഇവക്ക് തുടർന്ന് പഠിക്കണമെന്ന ആഗ്രഹം. സ്കൂൾ കറസ്പോണ്ടൻ്റായി നീയും ഇവിടെ മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫാദർ സ്റ്റീഫൻ ഇവൾ ഇവിടെ നിന്ന് പഠിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞു. ഫാദർ സ്റ്റീഫൻ എല്ലാ കാര്യങ്ങളും മെയിൽ ചെയ്തിരുന്നു. സോഫിക്ക് ഇവിടെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്താ മേലോട്ട് പോവാണോ? എന്തിനാ റോക്കറ്റ് വിടാനോ? നീയും പോന്നോ? പോണം. ഒന്ന് ചുമ്മാ ഇരടാ. നിങ്ങളും വരുന്നോ? നിക്ക്. എന്താ? സ്വിച്ച് ഓഫ് ചെയ്യണ്ടേ? അതൊക്കെ എനിക്കറിയാം. നീ സ്റ്റൂള് നന്നായിട്ട് പിടിച്ചോണ്ടിരുന്നോ? നല്ലത് പറഞ്ഞാൽ ഒരുത്തിനും കേൾക്കില്ല. റോക്കറ്റ് എപ്പോഴാ പോകുന്നേ? അയ്യോ, അയ്യോ, ശങ്കരേ, ഇതൊക്കെ ഇലക്ട്രീഷ്യനെ വിളിച്ച് പറഞ്ഞ പോരെ? നിനക്ക് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? മദർ, ഇവന്റെ പേര് ശങ്കർ. നമ്മുടെ സ്കൂളിൽ +2 പഠിക്കുക. ഇവനാ സ്കൂൾ ടോപ്പർ. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ഇവിടെ തന്നെയാ. ശങ്കരേ, ഇത് സോഫി, +2 ന്യൂ അഡ്മിഷൻ. നിന്റെ ക്ലാസ്സിലാ. ഇവിടെ താമസിക്കുന്നേ. നാളെ നീ സ്കൂളിൽ പോകുമ്പോ ഇവിടെയും കൂട്ടിക്കോ. 2-3 ദിവസത്തിനുള്ളിൽ വഴി നിനക്ക് മനസ്സിലാവും. അല്ലേ സോഫി? എന്നാ ഞാൻ വരട്ടെ. ഗോഡ് ബ്ലെസ് യു സോഫി. റോക്കറ്റ് വീണുപോയി. ഞാൻ സ്കൂളിലേക്ക് പോവാ. വരുന്നുണ്ടേ, വേഗം വാ. ഞാനെന്താ ബൾബ് മാറ്റിയിടുക? കണ്ണ് കാണില്ല. റെഡി ആയിക്കൊണ്ടിരിക്കുക. ടൈം എടുക്കും. വെയിറ്റ് ചെയ്. ഈ കമ്മലാണോ നല്ലത്? ഈ കമ്മലോ? ഏയ് ഏയ് നിൽക്ക്. നില്ല് നില്ല്. ഏയ് പതുക്കെ. ഏയ് ശങ്കർ, ഏയ് നില്ലടാ. എന്നെ കൂടി കൊണ്ടുപോ. കുട്ടി, നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്. നിനക്കറിയാവുന്ന മലയാളം പാട്ട് പാടി ഡാൻസ് കളിക്ക്. ഓക്കെ അല്ലേ? അറിയില്ലെന്നങ്ങനെ നീ പറഞ്ഞ പഞ്ചാബി ഡാൻസ് ചെയ്തോ? കണ്ടോടാ, മാറ്റിയടാ പാട്ട്. തുടക്കം തുരങ്കമാക്കി, മാംഗല്യം ചാഞ്ചല്യമാക്കി. ഇങ്ങനെ പോയാ മലയാളിയെ കൊലയാളിയാക്കോടാ ഇവൻ. നിർത്തിയേക്കടാ ഇതെല്ലാം. ക്യാമറ നമുക്ക് ഇവിടെ വെക്കാല്ലേ? വാ വാ. അയ്യാ വാ, ഇങ്ങ് വന്നേ. അങ്ങനെ ഡാൻസ് ചെയ്ത് പൊയ്ക്കോ. മോളെ തുമ്മലെ. എന്റെ പേര് അതല്ല, സോഫിയ. സോഫി എന്ന് വിളിച്ചാ മതി. ചേച്ച, ഇന്നു മുതൽ അതാ നിന്റെ പേര്, തുമ്മൽ. ഇനി ഒരു സ്പെഷ്യൽ തുമ്മൽ കാണണം. തുമ്മൽ. സോഫി, ഷോ മീ യുവർ തുമ്മൽ. അതൊക്കെ പെട്ടെന്ന് ചോദിച്ചാ എങ്ങനെ വരും? തനിയെ വരണം. തനിയെ വരണോ? അത് പോരാ, ഇപ്പൊ വരണം. മച്ചാ, വല്ലഭന് പുല്ലും ആയുധം. നിന്റെയൊക്കെ വിചാരം എന്താടാ? മര്യാദക്ക് എന്നെ പേര് വിളിച്ചോണം. ഇഡിയറ്റ്സ്. മനുഷ്യനെ ജനിച്ചാൽ തുമ്മും. അത് തെറ്റോ കുറ്റമോ അല്ല. തുമ്മലാണോ നിനക്ക് പ്രശ്നം?
അയ്യ, പോത്തിനെ പോലെ വളർന്നല്ലോ. ഒരു പെണ്ണിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ല. സ്റ്റുപ്പിഡ്. നിസ്സാരം ഒരു ബൾബ് മാറ്റാൻ അറിയില്ല, എന്നിട്ട് എന്നെ കളിയാക്കുന്നേ. കോവറ് കഴുത. ഏയ്, നിന്നെ കണ്ടാലേ കരിഞ്ഞ കുഞ്ഞിരാമനെ പോലെയുണ്ട്. മൂക്കില് പുല്ല് വെക്കുന്നോ? ഒരെണ്ണങ്ങ് തന്നാലുണ്ടല്ലോ. ഡ്രാഗ് ചെയ്യാൻ വന്നേക്കുന്നവരെ കോലം കണ്ടില്ലേ? എന്നെ മാത്രല്ല, ഇനി മുതൽ വേറെ ആരെങ്കിലും ഡ്രാഗ് ചെയ്യുന്നത് ഞാൻ കണ്ട വലിച്ചു കീറിക്കളയും. എന്താടാ ഇത്? ഡീസന്റ് ആണെന്ന് വിചാരിച്ചത്, ഇപ്പൊ വെറും തൊട്ടിയാണെന്ന് തോന്നുന്നല്ലോ. ആള് പുതിയതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണോ അളിയാ? പുതിയവർക്ക് മര്യാദ വേണ്ടേ മോളെ? ബഹുമാനം വേണ്ട? ആ, അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ലവ് എങ്കിലും വേണ്ടേ? എന്തിനാടാ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, എന്താ തുറിച്ചു നോക്കുന്നേ? കൈമടക്കൊന്നും തന്നാലുണ്ടല്ലോ. ഏയ്, ഒരു ഡൗട്ടുമില്ല, ഇത് ഉറപ്പായും മെന്റൽ ഹോസ്പിറ്റലിലെ മതിലാടി വന്ന തന്നെ. എന്നാലേ പ്രേമിച്ച് മെന്റലാവുന്നേക്കാളും നല്ലത് ഒരു മെന്റലിനെ പ്രേമിക്കുന്നതാ. അവന്റെ ഒരു കോമഡി മിണ്ടലിടാ. ശങ്കർ, റെഡിയായോ? ദാ വരുന്നു മാം. രാമകൃഷ്ണൻ നാട്ടിൽ പോയിരിക്കുക, അതുകൊണ്ട് ശങ്കർ അടുക്കള കയറിയത്. നിങ്ങൾക്കറിയില്ല മാം, ഇവിടെ മാത്രം അവനിങ്ങനെ സൈലന്റായി പൂച്ചയെ പോലെ ഇരിക്കുന്നത്. സ്കൂളിൽ അവനൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് മാം. എല്ലാത്തിനെയും കണ്ട ഒരുമാതിരി പിടികിട്ട പുള്ളികളെ പോലെ തോന്നും. എന്റെ അവന്മാര് പിടിച്ച് റാഗ് ചെയ്തു മാം. ആണോ? അതെ മാം. അവനെ വിളിച്ച് ചോദിക്കട്ടെ? അതൊന്നും വേണ്ട, ഇവിടെ ഇരുത്തി ഞാൻ അവനെ ശരിക്കും നാണം കെടുത്തിക്കോളാം. പ്ലീസ് മാം, മാഡം ഒന്നും അറിയാത്ത പോലെ ഒന്ന് ഇരുന്ന് തന്നാ മതി. ആദ്യം കണ്ട പോലെ അല്ലല്ലോ. നീയും അവന്മാരെ പോലെ ഒരു വിത്ത് തന്നെയാ. നിന്നെ റാഗ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഓക്കെ, പെർമിഷൻ ഗ്രാൻഡഡ്. ആമീൻ. ആമീൻ. ഇതെന്തൊരു എരിവായത്! ഇത് ഉണ്ടാക്കിയവന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. അല്ലാതെ ആരെങ്കിലും ഇത്രയും എരിവ് ചേർക്കോ? ഇതിനേക്കാൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എത്രയോ നല്ലതാ. ശരി, നീ ദോശ മാത്രം കഴിക്കാം. ഇപ്പൊ എന്ത് പറ്റി? ദോശയാണോ മാം ഇത്? മാവിൽ ഉപ്പ് ചേർത്തോ, ഉപ്പില് മാവ് ചേർത്തോ എന്ന് ചോദിക്കും മാം. രുചി എന്താന്നറിയാതെ ഉപ്പ് വാരിയിട്ടേക്കുന്നു. നീ എന്തിനാ എഴുന്നേറ്റേ? ഇല്ല മാം, ഞാൻ പിന്നെ കഴിച്ചോളാം. ഉപ്പ് കൂടിപ്പോയി, എരിവ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? നീ പിന്നെ കഴിക്കുന്നുള്ളൂ വിചാരിച്ചാ പാത്രം മാത്രമേ കാണൂ. നീ ഇരിക്കെ. എല്ലാം അല്പം കൂടുതലാ മാം. എന്ത് ചെയ്യാനാ, വിശക്കുന്നു. ബൈ. ഇവർക്ക് നിന്നോട് സോറി പറയണമെന്ന്. അത് തന്നെ. അതെ മോളെ, സോറി. ഈ ബൊക്കെ അങ്ങ് പിടിച്ചോ. നിങ്ങൾ ഭയങ്കര ലക്കിയാ. അതെ സോഫി, ഇത്ര പേരുണ്ടായിട്ട് നിന്റെ പേരാ വന്നത്. വാട്ട് എ സർപ്രൈസ്. അമേസിംഗ്. അതിപ്പോ ഇപ്പൊ മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലായില്ലെന്ന്. എന്നാ കേട്ടോ, ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ പൊലിപ്പിച്ചത് മതി, കാര്യം പറയടാ. നമ്മുടെ വേദസാറിന്റെ ബർത്ത്ഡേ ഇന്നാണ്. എപ്പോ ആർക്ക് ഗിഫ്റ്റ് കൊടുത്താലും വളരെ വ്യത്യസ്തമായി കൊടുക്കുന്നതാ ഞങ്ങളുടെ രീതി, അറിയാമോ? അതുകൊണ്ട് ആര് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചീട്ടി കുളിക്ക് നോക്കിയേ. എടുത്തപ്പോ അതിൽ നിന്റെ പേരാ വന്നത്. ഇപ്പോഴും മനസ്സിലായില്ലേ? മനസ്സിലാവും, വന്നാട്ടെ. വേഗം വാ. വെയിറ്റ്.
ഈ കയറില മൊത്തം ടെക്നിക്ക് ഇരിക്കുന്നത്. മുകളിൽ ഞങ്ങൾ രഹസ്യമായി കുറിഞ്ഞിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേദസാറിന് ഇഷ്ടം ഒന്ന് കുഷ്പു, പിന്നെ കുറിഞ്ഞിപ്പൂ. കുഷ്പുവിനെ ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല, സുന്ദർ സി ഇടിക്കും. അതുകൊണ്ട് ഞങ്ങൾ കുറിഞ്ഞിപ്പൂ വെച്ചത്. ഈ സീനിൽ ടൈമിംഗ് വളരെ പ്രധാനം. നീ എൻട്രൻസിന്റെ ആ സൈഡിൽ നിൽക്ക്, ഞങ്ങൾ ഈ സൈഡിൽ നിൽക്കാം. വേദ വരുമ്പോഴേക്കും ഞങ്ങൾ സിഗ്നൽ തരാം. ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോ കയറി പിടിച്ച് വലിച്ചാ കുറിഞ്ഞിപ്പൂ വീഴും. അപ്പൊ സാറിന്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരുതിരും. അതാണ് അല്ല മച്ചാ. അപ്പൊ നീ ബൊക്ക കൊടുത്തിട്ട് ആശംസ പറയണം. ഇപ്പൊ നിനക്ക് എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്നാ ഇത് കഴിഞ്ഞ നമ്മുടെ ഫ്രണ്ട്സ് ഫെവിക്കോൾ വെച്ച പോലെ സ്ട്രോങ് ആയിരിക്കും. അത് തന്നെ മനസ്സിലായില്ലേ? വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട് വാ. അവനെ നമ്മളെ പറ്റി അറിയാൻ പാടില്ല. അവനൊരു പണി കൊടുക്കണിയാ. എന്താണ് നമ്മുടെ സ്കൂളിലെ പെമ്പിളാർക്ക് ഇങ്ങനെ ആയിപ്പോയത്? ഇവളുമാരെ കൊണ്ട് ഒരു ഗുണമില്ലാതെ പോയല്ലോ. എന്തിനാണ് നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? ഇവനൊക്കെ എന്താ വട്ടായോ? So here's how it started. Started with a beat in my head and it wouldn't go away, so I added the bass. The bass was fat. I played it to my boys on the 24 track. They like that. They clap. ഹാപ്പി ബർത്ത്ഡേ സർ. ഇപ്പോഴാണ് അവന്മാരുടെ യഥാർത്ഥ രൂപം വെളിയെ വന്നത്. ഇതോടെ എന്തായാലും സോഫിയുടെ വാല് പറഞ്ഞല്ലോ. ഇനി എന്തായാലും അവള് നിന്നോട് കളിക്കാൻ പറ്റില്ല. ഇതെന്തായാലും നമുക്കൊന്ന് ആഘോഷിക്കണം മച്ചാ. മച്ചാ, മുകളില് തുണി കഴുകി വിരിച്ചിട്ടുണ്ട്. ഈ മഴയത്ത് അത് നനഞ്ഞു കാണും. ഞാനത് എടുത്തിട്ടിട്ട് വരാം. എന്തായാലും മടി കിട്ടുമെന്ന് ഉറപ്പായി. ഒന്നിച്ചു പോയി വാങ്ങാം. എങ്ങനെയാ നിന്റെ ഷർട്ട് എത്ര ചെളിയായേ? അത് കുഴപ്പമില്ലടാ. നമുക്ക് ഉച്ചയ്ക്ക് നൈറ്റ് ഷോയ്ക്ക് പോയാലോ? വേണ്ടളിയാ, നാളെ നൈറ്റ് മോർണിംഗ് ഷോയ്ക്ക് പോകാലോ. ഐഡിയ ഉള്ള. എന്താ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞോ? മാഡം മൊത്തം ഊടായിപ്പ, വിശ്വസിക്കല്ലേ. ഇപ്പൊ കുറച്ചു നേരം മുമ്പ് അടിയുണ്ടാക്കിയായിരുന്നു. ഇല്ല മാം, ഡാൻസ് പോലെ എന്തോ. ഡാൻസ് പ്രാക്ടീസ്. ഇപ്പൊ എന്താ പെട്ടെന്നൊരു ഡാൻസ്? മയിലിനെ പോലെ ജ്യോതിയെ പോലെ എന്ന് പറയും മാം. സ്റ്റോപ്പ് ഇറ്റ്. എന്താ ഇത്? നനഞ്ഞ കോഴിയെ പോലെ കുഴഞ്ഞു കുഴഞ്ഞു. മഴയത്താവുമ്പോ. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. സുദേവൻ അകത്തിരിപ്പുണ്ട്. രാവിലെ തന്നെ വന്നു. അങ്ങോട്ട് ചെല്ല്.
നമസ്കാരം. ശങ്കറെ, ഇതാരാന്ന് മനസ്സിലായോ? 12 വർഷങ്ങൾക്ക് ശേഷം നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നിരിക്കേ. ശങ്കർ, അതെന്റെ അമ്മേനെ വിളിച്ച പേരാ. നിങ്ങൾക്ക് ആ പേര് വിളിക്കാൻ അറിയില്ല. ശങ്കറെ, ഇയാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്നെ ആരും മനസ്സിലാക്കാതെ ഞാൻ ഇവിടെയെങ്കിലും സമാധാനത്തിൽ കഴിഞ്ഞോട്ടെ. ശങ്കറെ, ഇത്ര നാളും ഇവനെ കാണാൻ വേണ്ടിയാ ജീവനോടിരുന്നേ. പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ മാഡം? അവനെയും കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്രായത്തിൽ അവന്റെ കൺമുമ്പിലിട്ട അവന്റെ അമ്മയെ കൊന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങളെ അവൻ അച്ഛനായി കാണുന്നത്? ഒരു കൊലയാളിയായിട്ടേ കാണൂ. നിങ്ങളുടെ മദ്യപാനം, ബോധമില്ലാത്ത അവസ്ഥ, അങ്ങനെ 1000 കാരണങ്ങൾ കാണും പറയാൻ. ശിക്ഷയെ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ പശ്ചാത്താപം തോന്നുന്നുണ്ടാവും. പക്ഷെ അവന് നഷ്ടമായത് ഒരമ്മയുടെ സ്നേഹം, കുടുംബം, ഇതൊക്കെയാ. ആ വേദന മനസ്സിൽ നിന്ന് പോകാൻ കുറെ നാളുകൾ ഇനിയും എടുക്കും. പതുക്കെ പതുക്കെ എല്ലാം ശരിയാവും. എനിക്കിവനല്ലാതെ ഇനി ഈ ലോകത്തിൽ ആരുണ്ട്? ഞാൻ എവിടേക്ക് പോകും? വിഷമിക്കണ്ട. ബാംഗ്ലൂരിൽ എനിക്കറിയാവുന്ന ഫാദർ ഫ്രാൻസിസിനോട് പറഞ്ഞ് നിങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരാം. കുറച്ചുനാൾ നിങ്ങൾ അവിടെ നിൽക്ക്. ശങ്കർ പഠിച്ച് വലിയ ആളായി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അച്ഛനോട് അങ്ങനെയൊക്കെ പറയാമോ? നിനക്കതൊക്കെ ക്ഷമിച്ച് സ്വീകരിച്ചൂടെ ശങ്കറെ? നിനക്ക് വേണ്ടി ജീവിക്കുന്നൊരച്ഛൻ, നഷ്ടപ്പെട്ടെങ്കിലും ഓർമ്മിക്കാനായിട്ടെങ്കിലും ഒരമ്മയുമുണ്ട്. ഒരു വിധത്തിൽ നീ ഒരു ഭാഗ്യവാനാ. നിനക്കറിയില്ല, പള്ളിനടയിൽ എന്നെ കണ്ടെത്തുമ്പോൾ ഞാൻ ജനിച്ചിട്ട് 3 മണിക്കൂർ മാത്രം. പ്രസവിച്ചുടനെ ഉപേക്ഷിച്ചു പോയതാ. എപ്പോഴൊക്കെ പള്ളിയിൽ പോയാലും മദർ സുപ്പീരിയറിനോട് ചോദിക്കും എൻ്റെ അപ്പനും അമ്മയും ആരാണെന്ന്. അപ്പോഴൊക്കെ കർത്താവിനെ കാണിച്ചു തരും. ഇവിടെ വന്ന് ഡെയ്സി മാമിനെയും നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാ എനിക്കും ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത്. ഇതെങ്കിലും എനിക്ക് എന്നും ഉണ്ടാവണം ശങ്കരൻ. കുമാർ, എന്താടാ ഇത്? ഒന്നും അറിയില്ലെങ്കിൽ അവന്മാരെ പോലെ നാട് മുഴുവൻ അലഞ്ഞ് നടന്നാ പോരെ? എന്താടാ, പാഠം അറിയാത്ത കൊണ്ടാണോ പേജ് നിറയെ കഥ എഴുതി വച്ചേക്കുന്നേ? എന്തെങ്കിലും എഴുതി വെച്ചാ മതി. ഞങ്ങൾ വായിക്കണം, മാർക്ക് വിടണം. പഠിക്കണം, പഠിക്കണം, പഠിച്ചെഴുതണം, പഠിച്ചെഴുതണം. കെട്ടി ഒരുങ്ങി കോർക്കെഴുതിയ പോലെ അടിവാങ്ങാൻ വന്നോളൂ. പോ പോ. രമേശ്, ഏയ് സർ സർ, കേട്ടങ്ങ് മാറ്റ്. വീട്ടിൽ നിന്ന് തലയിണ കൊണ്ടൊന്നും മുട്ടിനടിയിൽ വെക്കായിരുന്നില്ലേ? നല്ല സുഖം കിട്ടിയാനെ. പഠിക്കാൻ വന്നേക്കണ കോലം കണ്ടില്ലേ? ഐലൈനർ മെഴുതി കാതിൽ വളയവും ഇട്ട് ഇവിടെ എന്താ ഫാഷനോ നടക്കുന്നുണ്ടോ? മോങ്ങുന്നേ കണ്ടോ? കരഞ്ഞാ കൊന്നുകളയും. വേഷം കെട്ടാൻ അറിയാലോ? ആ സമയത്തിരുന്ന് പഠിച്ചൂടെ? മഴക്കഴുതേ.
സാറ് വെള്ള പേപ്പറിൽ വെറും പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. മോന്ത കണ്ടില്ലേ? നീട്ടടാ കൈ, നീട്ടടാ കൈ, നീട്ട, നീട്ടടാ, നീട്ട, നീട്ട, നീട്ടടാ, നീട്ടടാ. കൈ വലിക്കുമ്പോടാ ഒരു ഷർട്ട്, ഷർട്ട് ഊറ, ഷർട്ട് ഊറ, ഷർട്ട് ഊറ, ഒരു ഷർട്ട് ഊര്, ഷർട്ട് ഊറ, ഊരടാ, ഊരടാ, ഊരടാ. കൈ വലിക്കോടാ നീ, കൈ മാറ്റോടാ നീ. ഇത്ര ധൈര്യം നിനക്ക്? ഒന്നുകളെ നിന്നെ. കൈ വലിക്കുന്നു, കൈ വലിക്കുന്നു, കൈ ഇനി കൈയെടുത്താ കൊന്നുകളയും ഞാൻ, കൊന്നുകളയും. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? പറയണം സർ. അല്ല മാഡം, ഇന്നൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. ഗുഡ്. ഈ പ്രായത്തിലൊക്കെ ടെസ്റ്റ് വെറും ടെസ്റ്റ് പോലെയാ. വെറുതെ ഊതി കളഞ്ഞാ പോരെ? ഓക്കേ. വലിയ ചൂടിലാണല്ലേ? കൂളായൊരു കാര്യം പറയാം. അടുത്തയാഴ്ച നമ്മളൊരു ടൂർ പോകുന്നു. കൊടൈക്കനാലിന്. ഇത്ര സന്തോഷമുള്ളൊരു കാര്യമായിട്ടും ആരും എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഈ വർഷവും സുധാ മാഡമാണ് ഇൻചാർജ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോട്ടീസ് ബോർഡിലുണ്ടാവും. എല്ലാരും തീർച്ചയായും വരണം. ഓക്കെ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. ഒരു മിനിറ്റ്. നിനക്ക് വച്ചിട്ടുണ്ട്. പറയൂ മാഡം. പിള്ളേര് പഠിക്കാൻ വേണ്ടി അടിക്കണമെന്നുണ്ടോ സാർ? ക്ഷമയോടൊന്ന് വാൺ ചെയ്താ പോരെ? സോറി മാഡം, തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ ഇത് ചർച്ചുമല്ല, വാൺ ചെയ്യാൻ പോലീസ് സ്റ്റേഷനുമല്ല. അടിക്കാതെ പിള്ളേര് പഠിക്കില്ല. ഓ ഐ സി. ഇന്നിപ്പോ കുട്ടികൾ പഠിച്ചില്ലേലും അടിക്കരുതെന്ന് റൂൾസ് ഉണ്ട്, അറിയില്ലേ? അവർക്ക് സ്കൂളിൽ എന്താ പ്രോബ്ലം, വീട്ടിൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കണം. ചോദിച്ചു കാണില്ല. എല്ലൊടിയുന്ന കണക്കിന് അടിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് തളരില്ലേ? നിങ്ങൾ ടിവിയിലും പേപ്പറിലും ഒന്നും കണ്ടില്ലേ? കഴിഞ്ഞ വർഷം മാത്രം 60 ടീച്ചേഴ്സ് സസ്പെൻഷനിലായി. അവരെല്ലാം നിങ്ങളെപ്പോലെ ഹാഷ് പണിഷ്മെന്റ് കൊടുത്തവരാ. കുട്ടികളെ മനസ്സിലാക്കണം. കുട്ടികളിൽ എല്ലാ കഴിവും ഉണ്ടാവും. അതിലേത് വളർത്തണം, ഏത് വളർത്താൻ പാടില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാ ഒരു നല്ല സ്റ്റുഡന്റ് ഒരു നല്ല സിറ്റിസണായി രൂപപ്പെടുന്നത്. സോ ഇനി 1 അവറിൽ നിങ്ങളുടെ ഡിസ്മിസ് ലെറ്റർ ഓഫീസിൽ നിന്ന് വാങ്ങാം. മാഡം. യെസ്, യു ആർ ഡിസ്മിസ്ഡ്. സോറി മാഡം, ഇനി അങ്ങനെ നടക്കില്ല. ക്ഷമിക്കൂ മാഡം. സോറി. ക്ഷമിക്കുന്നതിന് ഇത് ചർച്ചും അല്ല, ഞാൻ ജീസസും അല്ല. താങ്ക്സ് ഫോർ യുവർ സർവീസ്. പ്ലസ് 2-കാർക്ക് മാത്രമേ ഉള്ളൂ ടൂറ്. ജോലിയായിട്ടൊരു കറക്കം കറങ്ങി വരാമെന്ന് വിചാരിച്ചു. വിടുന്ന ലക്ഷണമില്ല. നീ പറഞ്ഞ ശരിയാ. ജോലിയായിട്ട് കറങ്ങാൻ പോകണല്ലോടാ. അടിച്ചതിന് ഫീഡിംഗ് ബോട്ടിൽ മാറ്റിയിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഞങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നു. നിക്കറൂരി ജെട്ടിപ്പുറത്ത് വിട്ട് ഓടിക്കോ. ഇതിങ്ങളെയൊക്കെ എങ്ങനെയാ സഹിക്കുന്നേ? മഹാജനങ്ങളെ, ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നാൽ ടൂറിനുള്ള എമൗണ്ട് എത്ര വായിക്കും. താങ്ക് യു. ആകെ മൊത്തം എല്ലാം ചേർത്ത് ഈ അയ്യോ എന്താടാ മച്ചാ, ആൾ ഇന്ത്യ ടൂർ പ്രോഗ്രാം പോലുണ്ട്. 2500 രൂപ. എന്ത് 2500 രൂപയോ? നന്നായി നോക്കിയോടാ. 250 രൂപയായിരിക്കും. അതേടാ 25 മച്ച്. ഒരുപക്ഷെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കോടാ. മണ്ണാൻ കട്ട. അതിൽ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ 2500 മാത്രമെന്ന്. കൊച്ചിൻ ഫ്ലവർ ഷോയുടെ ടിക്കറ്റിലെ പോലെ. ഇനിയിപ്പോ എന്താടാ ചെയ്യുന്നേ? നമുക്ക് താങ്ങാവുന്നതിലും കൂടുതലാണേ. മറന്നല്ലേ പറ്റൂ. പറ്റില്ല. ടൂർ പോയേ പറ്റൂ. ടൂർ അത്ര വലിയ കാര്യമാണോ? എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് വല്ലാതെ തോന്നുന്നടാ. എന്റെ അച്ഛനോട് ടൂറിന് പൈസ ചോദിച്ചടാ. 2500 രൂപയ്ക്ക് തട്ടോടെ ഇട്ടാരാ, അതുകൊണ്ട് ജീവിച്ചോളാം. നമ്മുടെ അച്ഛന് ചിരിയാ വന്ന്. അല്ലെങ്കിൽ തന്നെ നീ കുഴപ്പത്തില്ല. ടൂർ പോയി ഇത് കൂട്ടണ്ടെന്ന് കേട്ടപ്പോ തന്നെ പറഞ്ഞു. നല്ല കാര്യല്ലേ? എന്റെ അച്ഛൻ സമ്മതിച്ചു. എന്നാലൊരു കണ്ടീഷൻ പറഞ്ഞു. ടൂർ പോയിട്ട് അവിടെ തന്നെ സൂയിസൈഡ് ചെയ്ത് ചാവടാന്ന് പറഞ്ഞു. ഡാ, അച്ഛൻ പറയുന്ന കേക്കടാ. ചിരിക്കടാ, ചിരിക്ക്. നിനക്കെന്താ, ഡെയ്സി മാം ഉണ്ടല്ലോ, സന്തോഷമായി ചിരിക്ക്.
മിണ്ടാതെ സ്കൂൾ ബെല്ല് മോഷ്ടിച്ചെടുത്താലോ? എന്തിനാ അത്രയ്ക്ക് സന്തോഷം? അത് പൊക്കാനേ കഴിയില്ല, മനസ്സിലായോ? നേരായ വഴി വല്ല ആലോചിക്ക്. നേരായ വഴിയോ? അതവന്റെ ജാതകത്തിൽ പോലും ഇല്ല. മച്ചാ വഴിയുണ്ടടാ. എന്റെ വീടിന്റെ അടുത്ത് ഒരാളില്ലേ, സിനിമയില് പ്രൊഡക്ഷൻ മാനേജർ അയാള്. റിച്ച് ബോയ്സിന് വേണമെന്ന് പറഞ്ഞിരുന്നു. 2500 രൂപയ്ക്ക് എന്തൊക്കെ സഹിക്കണം? നമുക്ക് എങ്ങനെ റിച്ച് ബോയ്സ് ആകാൻ കഴിയും? എടാ മരത്തവളെ, റിച്ച് ബോയ്സ് എന്ന് റിയൽ ആയിട്ട് പറഞ്ഞതല്ലടാ, ലുക്ക് വേസടാ പൊട്ടാ. അതിനെന്താടാ കുഴപ്പം? നമ്മളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കൂലേ? അതാടാ പറഞ്ഞേ. ശരി, ഒരു ദിവസം ഒരാളിന് 600 രൂപ കിട്ടും. 4 ദിവസം പോയ സംഭവം ഓക്കെയാടാ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അപ്പോ നമ്മൾ അഭിനയിക്കണോ? മണ്ണാൻ കട്ട. നീ അച്ഛൻ്റെ അടുത്ത് അഭിനയിക്കില്ലേ, നിന്റെ ടീച്ചറിന്റെ അടുത്ത് അഭിനയിക്കുന്നില്ലേ, അതിന്റെ 10% അഭിനയിച്ചാൽ മതി. വെറുതെ പോയി നിന്ന് കൊടുത്താൽ മതിയടാ. മമ്മൂട്ടി മോഹൻലാൽ റേഞ്ചിനെ പറ്റി അവനെ ആലോചിക്കുന്നത്. അപ്പൊ സ്കൂളോ? ഏയ്, പോകാനുള്ള വഴി നോക്കടാ. സ്കൂള് ഞാൻ റെഡിയാ. രമേഷ് മിസ് ചെയ്തോ? ഓക്കെ ദെൻ റെഡി ഫോർ ടേക്ക്. സർ റെഡി. ഓക്കെ, അപ്പൊ ഒരു ട്രയൽ റൗണ്ട് എടുത്ത് നോക്കാം. ആക്ഷൻ. സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെ സമരം ചെയ്യും. പുല്ലാണ്, പുല്ലാണ്, പഴയ പൊസിഷനിലേക്ക് വരാൻ പറയുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോടാ? ലാത്തി കണ്ട് പേടിച്ചടാ, എന്നാ വേദനിച്ചേ ഇല്ല. അതാടാ സിനിമ, എല്ലാം ഡമ്മിയാ. ഇത് കണ്ടില്ലടാ, ഇത് വളഞ്ഞത് കണ്ടില്ലേ? ഇങ്ങനെ ഇരിക്കും സിനിമ. ഈ ജോലിക്ക് 600 രൂപ കിട്ടും. വളരെ നല്ലതാടാ, അടിപൊളിയായത്. എടാ, നാട്ടിൽ തല വെട്ടുന്നതിന് 40 രൂപയാ കൂലി. ആവശ്യമില്ലാത്തത് പറയരുത്. ഇനി ആർക്കൊന്നും തരാനില്ലല്ലോ. ഹലോ, എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു? നേരത്തെ രണ്ടുപേരും ഒന്ന് 5000 രൂപയുമായി പോയല്ലോ. വീണ്ടും നിങ്ങൾ വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ? ഇത് കേട്ടോ, ആർക്കൊക്കെ നിങ്ങൾ കൊടുത്തു? ഇവിടെ ഞങ്ങളാ മെയിൻ ഗ്രൂപ്പ്. വെറുതെ ഒന്നല്ല ചോദിച്ചത്, ആവശ്യമുണ്ടായിട്ടാ. ഞങ്ങൾ എന്താ നോട്ട് അടിക്കുന്നുണ്ടോ വരുന്നവർക്കൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട്? ഒന്ന് പോടാ. അപ്പോ നിങ്ങൾ തരില്ല? സമയം കളയാതെ പോകണം മിസ്റ്റർ. ഇത് ശരിയാവും തോന്നില്ല. ഞാൻ ശരിയാക്കി തരടാ. ഓക്കെ റെഡി ടേക്ക്. ക്ലബ് ബോയ് സൗണ്ട് റോളിംഗ്. 6/1 ടേക്ക് 1. ആക്ഷൻ. സമരം ചെയ്യും, സമരം ചെയ്യും, വിജയം വരെ സമരം ചെയ്യും, നേടിയെടുക്കും, നേടിയെടുക്കും, മരണം വരെ സമരം ചെയ്യും. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. ആരാടാ അത്? ഓടിക്കവിടുന്ന്. ഞങ്ങൾക്ക് പൈസ തരാതെ ഒരുത്തിലൂടെ ഷൂട്ട് ചെയ്യണ്ട. അനങ്ങാൻ പറ്റുന്നില്ലടാ. ഷൂട്ടിനുള്ള ഡമ്മി തടി മാറ്റിയിട്ട് ഒറിജിനൽ തടി വെച്ച് പടപടാന്ന് അടിച്ച് തകർത്തല്ലോടാ, ഓടിച്ചു വിട്ടല്ലോടാ. മച്ചാ, കടൽ തീരത്ത് കിടന്ന് കൊണ്ടത് എത്ര അടിയാടാ? മൊത്തത്തിലൊരു 3000 അടി കാണും. അതിലൊരു പാതി അടിയെ കണ്ടുള്ളടാ. അപ്പൊ നിങ്ങൾ ആരും ടൂറിന് വരുന്നില്ലേ? മത്തങ്ങ തലയാ. ഫൈനൽ ഐഡിയ കൈവശമുണ്ട്. കിട്ടുവാടാ? ഉറപ്പായും കിട്ടും. അടിയല്ലേ? ദുഷ്ട പോടാ. എല്ലാത്തിനെയും മറന്നിട്ട് പിന്നാലെ പോവാം പണത്തിന്റെ. ഞാൻ ഐഡിയ പ്ലാൻ ചെയ്യാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ 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 ഡൺ. Come on, let's start. മച്ചാ, ഷോക്ക് ന്യൂസ് അടാ. എന്താടാ? സോറി ടു സേ ദിസ്, നിന്റെ അച്ഛൻ ഈ വീട്ടിലെ സ്ത്രീയുടെ കൂടെ കിടക്കുന്നടാ. എന്താടാ? എടാ സാമദ്രോഹി, അതെന്റെ അമ്മയാടാ, ഇതെന്റെ വീടാടാ. ദ്രോഹി, സ്വന്തം വീട്ടിലെ മോഷ്ടിക്കുന്നേ. തെറ്റുപറ്റി. ഇറ്റ് ഈസ് ഓക്കെ. എങ്ങനെയുണ്ട് എന്റെ മാസ്റ്റർ പ്ലാൻ? ഈ ഞാൻ
ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എത്ര തരം താഴാനും തയ്യാറാ. ഒരുപാട് ഓവറാക്കണ്ട. പിച്ചക്കാരന്റെ വീട്ടിൽ കക്കാൻ വന്നതെന്നാ. കക്കാൻ വന്നെടുത്ത് വളവളാന്ന് പറയലടാ. ഇത് നമ്മുടെ വീടടാ. പൂത്ത പണമുണ്ട്. എല്ലാരും എന്റെ പിന്നാലെ വേഗം വാ, വേഗം കൊടുക്കാം. ശരിടാ, റൺ. നിന്റെ അച്ഛന് ഒരു ജെട്ടി വാങ്ങാനുള്ള പൈസയെങ്കിലും ബാക്കിയെടുത്ത് വെക്കണേടാ. കുരുത്ത കെട്ടവനെ. ഹലോ, ആരാ ഫോൺ വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നേ? ഹലോ. അയ്യേ, നാണം കെട്ടവനെ കണ്ണടച്ചു വെക്കടാ. എടാ, നിന്റെ അച്ഛനോട് ആദ്യം അണ്ടർവെയർ വാങ്ങാൻ പറ. ഒന്നും ഇടാതൊക്കെ കണ്ടില്ലേ? ചുമ്മാ ഇരിക്കടാ. നമ്മളെ കാണൂടാ, എന്തെങ്കിലും ചെയ്. സമയം മെനക്കെടുത്ത് കാശ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പോയേക്കാടാ. ചെറി, മുന്നിൽ കൂടെയല്ല പിന്നെ കൂടെ കയറാം. എങ്ങനെ എടുക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഡൺ. വാടാ വാടാ വാടാ, പോ. ശരിടാ. അഭിനയിച്ചത് മതിയടാ മോനെ, നിർത്ത്. അയ്യോ അമ്മ, കണ്ടുപിടിച്ചോ? ടൂർ പോകാനല്ലേ കക്കാൻ വന്നത്, കൊണ്ടുപോയിക്കോ. അയ്യോ അപ്പ അമ്മ കക്കാൻ തുടങ്ങിയോ? എടാ ദ്രോഹി, പോടാ. ക്യൂട്ട് മമ്മി. കിട്ടിടാ പൈസ. എല്ലാരും പറവകളായിടാം, എന്നാലും ഉയരങ്ങൾ തേടിടാം, എപ്പോഴും മധുരിതമാക്കാം. മഴ വരും കാലമാ, എല്ലാരും പറവകളായിടാം, എന്നാലും ഉയരങ്ങൾ തേടിടാം, എപ്പോഴും മധുരിതമാക്കാം. വാ 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 വാ. മഴ വരും കാലമാ, എല്ലാരും പറവകളായിടാം, എന്നാലും ഉയരങ്ങൾ തേടിടാം, എപ്പോഴും മധുരിതമാക്കാം. അതിരാവിലെ സൂര്യനുദിക്കും, കിളിക്കൂട്ടങ്ങൾ കലപില കൂട്ടും, തെളിവാനം എവിടെ കയ്യാൽ തൊടുമോ? ഒരു കാലിൽ തപസ്സും ചെയ്യണം, മഴ പെയ്യാൻ അനുമതി തേടണം, മുകിൽപ്പായണ ദേവിയുടെ ദൂതായി പോകാം. ചില്ലിലൂടെ നാം നോക്കും നേരം, തെളിനീലവാനിൽ മുകിൽ നിറയുമേ. ഒരു മിന്നലായി നാം മാറും നേരം, ഈ ഭൂമിയാകെ നമുക്ക് സ്വന്തമേ. തുള്ളി തുള്ളി പോവുകിൽ ഇളം തെന്നൽ വന്ന് വീശുമേ, ഒരു മലരായി വന്ന് വിരിയുകിൽ കരിവണ്ടായി അരികിൽ മൂളുമേ. കാറ്റിൽ യാനം പോകവേ ഒരു ഗേറ്റും സിഗ്നലും ഇല്ലയേ, ചെറുകിളികൾ പാടും പാട്ടിന് ഒരു റിംഗ് ടോൺ റൈറ്റ്സും ഇല്ലയേ. കാലം കടന്നിടും വരും കാലം ബഹുദൂരം കൺമുന്നിൽ. ഒരു കാലം അതിൽ തേടാം ജയമാർഗം. മഴ വരും കാലമാ, എല്ലാരും പറവകളായിടാം, എന്നാലും ഉയരങ്ങൾ തേടിടാം, എപ്പോഴും മധുരിതമാക്കാം. Let's get down to the floor now. Baby, this is just a place to get something around. So just so the time is not over and out. You know the girls are all shaking and just pushing around. I get moving and just only just take it all out. ടെൻഷനെല്ലാം മെല്ലെ മാറ്റി വച്ച് മലനാടു നീളെ ചുറ്റി പറന്നിടാം. അതിരൂക്ഷഗന്ധം എങ്ങും അയ്യോ കഷ്ടം,
ഇളം പൂവിൻ ഗന്ധം ഇനി തേടിടാം. മലയിൽ പോകും പാതകൾ അവയെല്ലാം വാഴ്വിൻ പാടങ്ങൾ. നറുമലരുകൾ എന്തും ഉള്ളങ്ങൾ അവ നേടും എന്നും ഉയരങ്ങൾ. അതിൽ തെളിയും മിന്നും താരങ്ങൾ അതിൽ പ്രഭയിൽ നിറയും കാലങ്ങൾ. അതിനുണരണം ഓരോ ബാല്യവും അതിനേകാം ഇനിയുള്ള നാളുകൾ. കാലം കാലം കടന്നിടും കടന്നിടും വരും കാലം ബഹുദൂരം കൺമുന്നിൽ ഒരു കാലം അതിൽ തേടാം ജയമാർഗം. വരും കാലമാ എല്ലാരും പറവുകളായിടാം. എന്നാളും ഉയരങ്ങൾ തേടിടാം. എപ്പോഴും മധുരിതമാക്കാം. വാ 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 വാ. ഛേ, 2 മണിയായ കറക്റ്റ് വന്നോളും കെമിസ്ട്രി സാറിനെ പോലെ. ഇനിയിപ്പൊ എന്തായാലും പോകാതെ വയ്യ. ഓ ഡേ ജഗൻ, എഴുന്നേക്കണ മച്ചാ, എണീക്കടാ. ഡേ ഗിരീഷ്, എഴുന്നേക്കണ മച്ചാ, മുള്ളാൻ പോണം. പെർമിഷൻ ഗ്രാൻഡഡ്. പോയി മുള്ളേ. ഒന്ന് വാടാ, പേടിയാടാ. എന്തിനാടാ പേടിക്കുന്നത്? ചെറുപ്പം തൊട്ട് നീ മുള്ളുന്നല്ലേ. വീട്ടിൽ മുള്ളും പോലെ നീ പോയി മുള്ളേ. ഡേയ്, വീട്ടിൽ പോലും നാമം ജയിച്ചോണ്ടേ പോണേ. കളിക്കല്ലേടാ, എഴുന്നേക്കടാ. അവന്റെ ഒരു കാര്യം, റോസിക്ക് റോസാപ്പ് കൊടുക്കുന്ന സ്വപ്നം പാതിയായപ്പോഴാണ് നീ വിളിച്ചുണർത്തിയത്. വാ നടക്ക്. റോസ് മേരി, നീ ഒരു സ്വീറ്റ് മേരി. എടാ സുനി, എന്താടാ? എല്ലാവർക്കും പേടി വരുമ്പോ യൂറിൻ വരും. പക്ഷെ നിനക്കെന്താ യൂറിൻ വരുമ്പോ പേടി വരുന്നത്? അതല്ല മച്ചാ, ഇവിടെ ഒരുപാട് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വെളിയിൽ പോയാ പിടിച്ചോണ്ട് പോയി നശിപ്പിച്ച് കളയും. ഇവൻ വലിയൊരു മന്മഥരാജ. കണ്ടാ പിന്നെ നാട്ടിലുള്ള പിള്ളേരെല്ലാം നിന്റെ പുറകെ വരാൻ പോവല്ലേ. കളഞ്ഞിട്ട് വാടാ, പോവാം. അവന്റെ ഒരു പേടി. മച്ചാ, നമ്മൾ ടൂറിൽ ഏതെല്ലാം സ്ഥലം ചുറ്റി നടന്ന് കണ്ടു. പക്ഷെ ഒന്ന് പോലും പ്രയോജനപ്പെട്ടില്ല. ഒന്നിനെ പറ്റി ആലോചിക്കണ്ട, നന്നായിട്ട് ഉറങ്ങ്. എന്തിനാ നീ അങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതിന് നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് പ്രശ്നമായി ഈ പ്രായത്തിൽ? ഇങ്ങനെ സെൽഫിഷായി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിന്റെ അച്ഛനമ്മമാരെ പറ്റി നീ എന്താ ആലോചിക്കാഞ്ഞത്? അവരുടെ മനസ്സ് എത്ര വിഷമിക്കുമെന്ന് നീ എന്താ മനസ്സിലാക്കാഞ്ഞത്? മാം, നിങ്ങൾ പറയുന്ന പോലെ എന്നെപ്പറ്റി ആലോചിച്ച് കരയാനോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് എന്നെപ്പറ്റി ഓർക്കാനോ ആരെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കില്ലായിരുന്നു. എല്ലാവരെ പോലെ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഒരു കുറവില്ലാതെ സന്തോഷത്തോടെ ജീവിച്ച് എൻ്റെ 10ാമത്തെ വയസ്സിൽ പ്രതീക്ഷിക്കാതെ വന്നൊരു ആക്സിഡൻറ്റിൽ എൻ്റെ അനിയത്തി മരിച്ചു. അച്ഛൻ അതോടെ തളർന്നു. ആ പ്രശ്നങ്ങളൊക്കെ മറക്കുന്നതിന് വേണ്ടിയാ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം അമ്മ കുറേശ്ശായിട്ട് മാറി സ്വന്തം ഇഷ്ടത്തിന് പോകാൻ തുടങ്ങി. അതെല്ലാം കണ്ട് എനിക്ക് നോക്കിയിരിക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ ശരീരം മാത്രമല്ല, മനസ്സ് മരവിച്ചു പോയി. അച്ഛന് അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ആ വേദനയിൽ അച്ഛനും മരിച്ചു. എല്ലാവർക്കും സ്കൂളിലിരിക്കുന്നതിനേക്കാളും
വീട്ടിലിരിക്കുമ്പോഴാണ് സന്തോഷം. എന്നാൽ എൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ സ്കൂളും ഫ്രണ്ട്സുമാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ അമ്മയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ എന്നെപ്പോലെ ഇത്രയും വലിയൊരു പയ്യനുള്ളതാ. പെട്ടെന്ന് ഇന്നലെ എന്നെ ഫോൺ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം പോവാണെന്ന് അമ്മ വളരെ സിമ്പിളായിട്ട് എന്നോട് പറഞ്ഞിട്ട് പോയി കളഞ്ഞു. I hate this life. I want to live with him. വിൽ പ്രകാരം നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും. നമ്മുടെ വക്കീൽ നിനക്കെല്ലാം എത്തിച്ചു തരും. ബൈ ആൻഡ് ടേക്ക് കെയർ. ഏത് സ്വത്തിനേക്കാളും അമ്മയുടെ സ്നേഹ വലുതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എനിക്കെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു മാം. അതുകൊണ്ടാണ് ഞാൻ നിനക്കുണ്ടായ വേദന ആർക്കും താങ്ങാൻ കഴിയില്ല. ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് മരിക്കാൻ തീരുമാനിച്ച ആരും ഈ ലോകത്തിലുണ്ടാവില്ല. കളഞ്ഞിട്ട് പോയ നിന്റെ അമ്മയെക്കുറിച്ച് നീ ഒന്നും ആലോചിക്കണ്ട. ഈ ലോകം വളരെ വലുതാ. നിനക്ക് സ്നേഹം തരാനും നിന്റെ കൂടെ നിൽക്കാനും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പേരുണ്ട്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. ചുമ്മാ ഒന്നുറങ്ങി എഴുന്നേറ്റ് പോലെ ഉള്ളൂ എന്ന് വിചാരിച്ചോ? മതി മതി, നോക്കിപ്പോ. ഗുഡ് മോർണിംഗ് മാം. അയാൾ നോർമൽ ആയിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് അബ്നോർമലായി? ഇവിടെ അല്ല അങ്ങനെ. കാർത്തിക് 2 ദിവസം എൻ്റെ വീട്ടിലാണ് നിന്നേ. അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് അവ സമ്മതിക്കുന്നില്ല. നിന്റെ ഫ്രണ്ട് ഇവിടെ സന്തോഷമായിരിക്കും. ഓക്കെ ഗിരീഷ്, നിങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയിക്കോ. ഞാൻ സോഫിയുടെ കയ്യിൽ കീ കൊടുത്തുവിടാം. ഓക്കെ? അടിപൊളി ഫ്രോക്കാണല്ലോ സോഫി. ഇതാ റൂം, ഒരു സ്പെഷ്യൽ റൂം. അതാ 4-5 വർഷമായി പൂട്ടിയിട്ടേക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു പെണ്ണ് തൂങ്ങി ചത്തത് ഇതിനകത്തായിരുന്നു. പേടിച്ചു പോയോ? ചുമ്മാ പറഞ്ഞതാ. പോത്തിനെ പോലെ വളർന്നിട്ടും വെറും പേടിത്തൊണ്ടനാണല്ലോ നീ. പേടിക്കാതെ പോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെന്താ? അതല്ല സോഫി, നിനക്കും എല്ലാം അറിയാന്നാ വിചാരിച്ചേ. എന്ത്? അത് തന്നെ, ആ പ്രേതകഥ. പ്രേതകഥയോ? അതെ സോഫി, നീ പറഞ്ഞതുപോലെ. എന്നാൽ ഒരു പെണ്ണല്ല, 3 പെൺകുട്ടികൾ. +2 തോറ്റതുകൊണ്ട് ഒരുമിച്ച് ഈ മുറിയിൽ ഷാള് കഴുത്തി കെട്ടി ചത്തുപോയി. ഈ ലോകത്തിലെ എനിക്ക് ഇഷ്ടമില്ലാത്ത 4 പേർ. എനിമി നമ്പർ 1 കാർത്തിക്. KARTH. ഗ്രേറ്റഡാ. ഇതാണ് ഡാവിഞ്ചി കോഡ്. ബാക്കി 3 പേർക്കും എന്താ ചെയ്യാ? ജഗൻ, ഗിരീഷ്, സുനി ഡ്യൂവലാ ചെയ്യാം. 5 bad boys with a power to rock you. Blowing your mind, so you gotta get into 5. What you waiting for? മച്ചാ, ഈ പെയിന്ററെ നമ്മൾ എന്താടാ ചെയ്യുന്നേ? കൈ അങ്ങ് മുറിച്ചാലോ? കയ്യെ മാത്രമല്ല മച്ചാ, ഇവന്റെ ചേർത്ത് മുറിക്കണം. അവന്മാരെന്താ ചെയ്യണ്ടേ?
നീയൊക്കെ എന്തോ ഉണ്ടാക്കുമെന്നാ? എന്താന്ന് വെച്ചാൽ ചെയ്യടാ. ഒന്ന് പോടാ. വാടാ. എന്താടാ? ഒന്നുമില്ല മച്ചാ, ഞാൻ വാൾ പെയിന്റിംഗ് ചെയ്യുമായിരുന്നു. ഓടിക്കോടാ. ഓടിക്കോ. എറിഞ്ഞാൽ തല പൊട്ടിക്കണ ബോൾ കൊണ്ട്. അയ്യോ. ഹലോ മാം. ഹായ് മാം. കഴിഞ്ഞ പണിഷ്മെന്റിൽ അല്പം ചെറുതായിരുന്നെന്നാ തോന്നുന്നേ. 1/2 മണിക്കൂറായി തുടച്ചുകൊണ്ടിരിക്കുന്നു. ഐ തിങ്ക് ബെല്ല് വളരുന്നെന്നാ തോന്നുന്നേ. ബെല്ലല്ലട വളർന്നേ, നിന്റെ എല്ലാം വളർന്നേ. താഴേക്ക് ഇറങ്ങി വാ. എന്തൊക്കെ വളർന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് തരാം. അത് തന്നെ, അങ്ങനെ തന്നെ വേണം മച്ചാ. ഇനി താമസിപ്പിക്കല്ലേ. കൈ പോകുന്നതല്ലാണ്ട് അഴുക്ക് പോകുന്നില്ല. ഇത്രയും ഹൈറ്റിലിരിക്കുന്ന ബെല്ലില് അഴുക്കിരുന്നാലെന്താ ഇല്ലേലെന്താ? അതാ ടൂർ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് മിണ്ടാതെ ഈ ബെല്ലങ്ങ് വിൽക്കാമെന്ന്. ആരാ കേട്ടത്? എന്താ പറഞ്ഞേ? ബെല്ല് വിൽക്കാമെന്നോ? ഈ ബെല്ല് 150 വർഷമായി ഇവിടെ തന്നെ ഉണ്ട്. അതെ മാഡം, ബെല്ല് വളരെ പഴയതായി പോയി. അതെ മാഡം, ബെല്ല് വളരെ പഴകി പോയി. വേറെ എന്തെങ്കിലും തൂക്കാമെന്നാ ഇവൻ പറയുന്നേ. അല്ല മാം, നിങ്ങൾ ഈ ബെല്ല് മൂർ മാർക്കറ്റിൽ നിന്ന് പഴയ വിലക്ക് വാങ്ങിയതാന്ന് ഇവനാ പറഞ്ഞത്. ഇത് വേഗം തീർത്തിട്ട് ടോയ്ലറ്റും ക്ലീൻ ചെയ്യാനുണ്ട്. യെസ് മാം. എന്നാലും നിന്റെയൊക്കെ സൂക്കേട് വേണ്ട മാം. സോറി, ടെക്നിക്കൽ എറർ. ഓടല്ലേ? മില്ലിമീറ്റർ എനിക്കൂടി തറ. കറക്റ്റ് ടൈമിലാ വന്നത്. എടുത്തോ. എന്താ ഇവിടുന്ന് പോവാണോ? പോകുന്നില്ല, ഇന്നാ എന്റെ ബർത്ത്ഡേ. അതെ ന്യൂസിലെ ഹെഡ്ലൈൻ പോലും അതല്ലേ കാണിച്ചോണ്ടിരിക്കുന്നേ. വെറുതെ വേല ഇറക്കല്ലേ മോളെ. ഞാൻ അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ല. ഇന്ന് തന്നെ എന്റെ ബർത്ത്ഡേ. ഇതെന്താ ഒരു ചോക്ലേറ്റ് ഉള്ളോ? ഒന്നുകൂടി തരാൻ പാടില്ലേ? താങ്ക് യു. ഓക്കെ, ബർത്ത്ഡേ ബേബിക്ക് എന്ത് ഗിഫ്റ്റ് തരണം? വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. പെണ്ണു വന്നല്ലോ, പെണ്ണു വന്നല്ലോ. ഇരിക്കല്ലേ, എഴുന്നേക്ക്. ഇല്ലെങ്കിൽ നിന്റെ പെണ്ണ് പണക്കാരൻ ചെറുക്കൻ്റെ കൂടെ ഓടിപ്പോവും. അതുവഴി പോവല്ലേ, പണക്കാരൻ ചെറുക്കൻ നിപ്പുണ്ട്. പെണ്ണു വന്നല്ലോ. ഇന്ന് എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. ഇന്ന് സോഫിയയുടെ പാചകമാ. എത്ര നേരമാ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? എല്ലാം ആറിപ്പോവും. വാ, വന്ന് കഴിക്ക്. വലിയ ബിസി ആയിരുന്നല്ലോ. എല്ലാം കഴിഞ്ഞോ? എന്ത് പാചകോ? അത് കഴിഞ്ഞതുകൊണ്ടല്ലേ നിന്നെ വന്ന് കഴിക്കാൻ വിളിച്ചേ. അതല്ല, രാവിലെ മുതൽ ചോക്ലേറ്റ് കൊടുക്കലും ഗിഫ്റ്റ് വാങ്ങലും. ഗിഫ്റ്റ് എന്ന് പറയുമ്പോ ഇത് കണ്ടായിരുന്നോ? ക്യൂട്ടാണല്ലേ? കാർത്തിക് തന്നതാ. നീ എന്തിനാ അത് വാങ്ങിയേ? വാങ്ങാതെ പിന്നെ ഗിഫ്റ്റ് തരുമ്പോ പിന്നെ വേണ്ടാന്ന് പറയണമായിരുന്നോ? നീ മാത്രമൊന്നും തന്നില്ല. അവന് ഞങ്ങളും ചേരില്ല. അവൻ വേറെ ഗ്രൂപ്പാ, അറിയില്ലേ? അതിനിപ്പോ എന്താ? ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല. എനിക്കെല്ലാരും ഫ്രണ്ട്സാ. എന്നാ പിന്നെ നീ അവന്റെ അടുത്തേക്ക് പോ, ചെല്ല്. എനിക്ക് നീ അവന്റെ അടുത്ത് മിണ്ടുന്ന പോലും ഇഷ്ടമല്ല. ശരി, ടെൻഷൻ ആവണ്ട. ഇനി ഞാൻ അവനോട് മിണ്ടുന്നില്ല. ഓക്കെ അല്ലേ? അയ്യോ, സംസാരിക്കില്ലാന്ന് പറഞ്ഞില്ലേ? ഇനിയൊന്ന് ചിരിക്കി.
വേഗം വിളിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ പെണ്ണ് ഓടിപ്പോകും. ഈ സോഫിയ അങ്ങനെ ഒന്നും ഓടിപ്പോകില്ല, ഇവിടെ തന്നെ ഇരിക്കും. ഇവനല്ലേ ഇരിക്കുന്നേ. വേഗം പുറപ്പെട്, ട്രെയിൻ പോവും, അല്ലെങ്കിൽ കല്യാണം നടക്കില്ല. എല്ലാം നടക്കും, എന്നാൽ ഒരു ചെറിയ ചേഞ്ച്. ആദ്യം സത്യ, പിന്നെ കല്യാണം. സോഫി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. വിണ്ണിൻ തേരിലരികെ കണ്ടേ ഞാൻ കനവിൽ, നീ വന്നാൽ മുന്നിൽ കാൺമതെല്ലാം എവിടേക്കുമായും നീ പോയ ഏതോ ഒരു ശോകം കളിയാടും നെഞ്ചിൽ. ചിറകേറി കിളി പോൽ ഞാൻ പറന്നെത്തും നിന്നിൽ. വിണ്ണിൻ തേരിലരികെ കണ്ടേ ഞാൻ കനവിൽ, നീ വന്നാൽ മുന്നിൽ കാൺമതെല്ലാം എവിടേക്കുമായും നീ പോയാലേതോ ഒരു ശോകം കളിയാടും നെഞ്ചിൽ. ചിറകേറി കിളി പോൽ ഞാൻ പറന്നെത്തും നിന്നിൽ. വിണ്ണിൻ തേരിലരികെ കണ്ടേ ഞാൻ കനവിൽ, നീ വന്നാൽ തേന്മഴയിൽ നീ നനഞ്ഞാൽ എൻ മിഴികൾ കുടയായി വിടരും. ദൂരെയെങ്ങോ നീ തെളിഞ്ഞാൽ എൻ വേദന തീരും. കണ്ണിൽ കണ്ണിൽ നോക്കി നീ മലരായി ചിരിക്കും. യാമം തോറും വീണ്ടും നീ കനവായി നിറയും. ഓരോ വഴിയിലും എന്നും ഞാൻ നിന്നെ തേടും. ചാരെ വന്നാലുള്ളം പിന്നെല്ലാം മറക്കും. മോഹം പോലിതാ എൻ ചാരെ നീയും, തീരം തേടിടും പൊൻതിരയെപ്പോലെ. തിരയെപ്പോലെ തിരയെപ്പോലെ ഡിയർ സ്റ്റുഡൻസ്, ആദ്യ 3 ദിവസം നടന്ന മത്സരങ്ങൾക്കൊടുവിൽ തുടർച്ചയായി 3 വർഷങ്ങൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യ റൗണ്ട് അവസാനിച്ചപ്പോൾ 18 പോയിന്റോടെ ഈ വർഷവും അവരുടെ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു. 16 പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സെന്റ് ജോസഫ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ. 15 പോയിന്റുകളോടെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂൾ. 11 പോയിന്റുകളുമായി ഹോളി ബെൽസ് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷവും ഏറ്റവും പുറകിലാണ്. ഇത് ആദ്യ റൗണ്ട് ഫലങ്ങളാണ്. അവസാന റൗണ്ട് മത്സരങ്ങൾ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്നതാണ്. ഇനിയും എല്ലാവർക്കും ചാൻസ് ഉള്ളതിനാൽ വിജയിച്ചവർ ഉത്സാഹത്തോടും മറ്റുള്ളവർ വിജയിക്കാനുള്ള വാശിയോടും പങ്കെടുത്ത കപ്പുകൾ നേടി ഒന്നാം സ്ഥാനം നേടണമെന്ന് സ്പോർട്സ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു.
നാശങ്ങൾ വാരി കയറ്റിക്കൊണ്ട് ഓടാൻ പോകുന്നു. കോമ്പൗണ്ടിൽ പോലും കാണാറില്ല. അനൗൺസ് ചെയ്യുമ്പോഴാണ് 4 ഓടി വരുന്നത്. അങ്ങനെ 4 പോയിന്റ് പോയി. നീയൊക്കെ കുറെ ഉണ്ടാക്കും. പെമ്പിളർ ലോങ് ടൈമിൽ 8 അടി വരെ ചാടിയേ. നീയൊക്കെ ഫൗൾ എടുത്ത് പോയിന്റ് കളഞ്ഞില്ലടാ. അവന്മാര് വഴക്ക് തുടങ്ങിയടാ. ഇവന്മാർക്ക് പകരം സബ് ജൂനിയേഴ്സിന് കൂട്ടായിരുന്നു 4 പോയിന്റ് കൂടുതൽ കിട്ടിയത്. അതെ LKG പിള്ളേരെ കൊണ്ടുവന്ന നിങ്ങളാവും ചാമ്പ്യൻസ്. വഴക്കോടക്കടാ. അത്രയ്ക്ക് പറ്റുന്നില്ല, കളഞ്ഞിട്ട് പോടാ. ഞങ്ങൾ വേറെ പിള്ളേരെ വെച്ച് വിൻ ചെയ്ത് കാണിച്ചു തരാം. നീയൊക്കെ മാറിക്കോ, നിനക്കൊക്കെ അല്ലേ പ്രശ്നം, ഞങ്ങൾ നോക്കിക്കോളാം. എന്താ വെച്ചാ അടി തുടങ്ങാത്ത ഡയലോഗേ ഉള്ളോ? മാനം കിട്ടന്മാരോട് സംസാരിച്ചാൽ നമ്മുടെ മാനം പോവും. പടാ പോ. മര്യാദക്ക് സംസാരിക്കും. അടിച്ച് ശരിയാക്കും ഞാൻ. നമുക്ക് നോക്കണം. ഇതെന്താ സ്കൂൾ ഗ്രൗണ്ടോ അതോ ചന്തയോ? വാട്ട്സ് ദിസ് മാഡം? നിങ്ങളുടെ കുട്ടികൾക്ക് ഡിസിപ്ലിൻ എന്താണെന്ന് അറിയില്ലേ? വെറും ചന്ത പിള്ളേരെ പോലെ പെരുമാറുന്നു. ഞാൻ ഇതുപോലെയുള്ള കുട്ടികളെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇവരെ എല്ലാം പിടിച്ച് അകത്തിടണം, എങ്കിലേ ബുദ്ധി വരത്തുള്ളൂ. സർ, അവർ ഇമോഷണലി അല്പം അതെല്ലാം സ്പോർട്സിൽ കാണിക്കണം, അല്ലാതെ ചന്ത പിള്ളേരെ പോലെ ഇങ്ങനെ പെരുമാറരുത്. ഞാൻ നേരത്തെ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചും. കുട്ടികൾക്ക് ഒരുപാട് ഫ്രീഡം കൊടുത്താ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളെ നിയന്ത്രിക്കാൻ വലിയ മിടുക്ക. അതുപോലെ കുട്ടികളെ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിലോ ഇതുപോലെ സംഭവിക്കോ? സർ, പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. എന്താ അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇതുവരെ പഠിപ്പിലോ സ്പോർട്സിലോ ഒരു ചെറിയ കപ്പെങ്കിലും നിങ്ങൾ സ്കൂൾ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. വെറുതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ആദ്യം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ പഠിക്കും. ഇവർ ചെയ്യുന്നതിനെല്ലാം സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ സ്വയം ഒരു മാറ്റം വരുത്തും. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പേഷ്യൻസിനടുത്ത് വർക്കൗട്ട് ആവും, സ്റ്റുഡൻസിനടുത്ത് വില പോകില്ല. ലുക്ക് ഹിയർ മാഡം, ഇതിനി ഒരു തവണ കൂടി ആവർത്തിച്ചാൽ ഐ വിൽ ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ. ഇത്രയും നാളും നമ്മുടെ സ്കൂളിന്റെ ഉള്ളിൽ തന്നെ എല്ലാ തെറ്റുകളും ചെയ്തിരുന്നേ. ഇപ്പോ ഇവിടെ വരെ എത്തി. വളരെ നല്ല പേരെ വാങ്ങി തന്നത്. നിങ്ങളിൽ എനിക്ക് ബാക്കിയുണ്ടായിരുന്ന വിശ്വാസം നഷ്ടമായി. എന്താ നിങ്ങൾക്കൊക്കെ ഒരു കുറവ്? നിങ്ങൾ 4 പേരും റണ്ണിങ്ങിൽ സ്റ്റേറ്റ് ലെവലിൽ വരേണ്ടവരാ. പക്ഷേ ഈഗോ, അഹന്ത, എപ്പം നോക്കിയാലും വഴക്കം തമ്മിൽ തല്ലുമല്ലേ. ഇപ്പൊ എന്തായി? എനിക്ക് മാത്രമല്ല, നമ്മുടെ സ്കൂളിന് വരെ അപമാനമായി. ഈ പ്രായത്തിൽ എന്തിനാണ് ഗ്രൂപ്പ്? യൂണിറ്റിയെ പറ്റി പല പ്രാവശ്യം പഠിച്ചതല്ലേ, എന്നിട്ട് പ്രാക്ടിക്കൽ ലൈഫിൽ വഴക്കിട്ടുണ്ട് നാണമില്ലാതെ നടക്കുന്നു. അല്ല, തെറ്റെന്തേത് തന്നെയാ. നീയൊക്കെ നന്നാവുമെന്ന് വിചാരിച്ച ഞാനാ വിഡി. ഇപ്പൊ മനസ്സിലായി, തെറ്റുകൾ ക്ഷമിക്കാം, പക്ഷെ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നത് വലിയ തെറ്റെന്ന് മനസ്സിലായി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. സുധ മാഡം. യെസ് മാഡം. ആരും എന്താ ക്ലാസ്സിൽ പോകാതെ ഇവിടെ കൂടി നിൽക്കുന്നേ? അല്ല മാഡം, എല്ലാവരും മേഡത്തെ കണ്ട് സോറി പറഞ്ഞ് പോകുന്നുള്ള പിടിവാശിയില്ല. ഈ കോമാളത്തിലൊക്കെ നിർത്തിയിട്ട് വേഗം എല്ലാവരും അവരവരുടെ ക്ലാസ്സിൽ പോകാൻ പറയും. ഐ വോണ്ട് ഓൾ ഓഫ് ദം ക്ലിയർ റൈറ്റ് നൗ. ഓക്കെ മാഡം. എന്താ വച്ചാ പൂച്ച പുലിയെ പോലായല്ലോ. ഇവനാ മച്ചാ നമ്മുടെ രാജധാനി എക്സ്പ്രസ്. അപ്പൊ തടഞ്ഞേ പറ്റൂ. അതെ മച്ചാ, വിട്ടാ നമുക്ക് തന്നെയാ പ്രശ്നം.
അവർ തന്നെയാ മാം, പ്ലാൻ ചെയ്ത് വന്നടിച്ചതാ, ഞങ്ങളൊന്നും ചെയ്തില്ല. സ്പോർട്സ്മാൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നേ അറിയില്ല. ഇഡിയറ്റ്സ്. അവരുടെ കൂടെ ഇനി കളിക്കണ്ട. ഇതുവരെ കളിച്ചതൊക്കെ മതി. നാളെ നടക്കുന്ന ഫൈനൽ റേസിലും പങ്കെടുക്കണ്ട. അല്പം കൂടി ശക്തിയിലായിരുന്നെങ്കിൽ കാലൊടിഞ്ഞേനെ. നമ്മുടെ സ്കൂളിന് ട്രോഫി കിട്ടുന്നതല്ല മുഖ്യം, നിങ്ങളാ പ്രധാനം. ഫസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ഓക്കെ? ഡോക്ടർ, യെസ് മാം. ഇപ്പൊ ഈ ടാബ്ലറ്റ് മതി. ഓക്കെ മാം. നല്ല വേദനയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇഞ്ചക്ഷൻ എടുക്കാം. ഓക്കെ. ടേക്ക് ഗുഡ് റെസ്റ്റ്, ഓക്കെ? ഓക്കെ മാം. ടേക്ക് കെയർ. അപ്പോ ഞാൻ വരാം ശങ്കർ. സത്യ, താങ്ക്സ്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന 400 മീറ്റർ റിലേ മത്സരത്തിൽ ആരാണ് ഒന്നാം സ്ഥാനത്തെത്തി ട്രോഫി നേടുന്നത് അവരായിരിക്കും ഈ വർഷത്തെ ചാമ്പ്യൻസ് എന്ന് വിവരം അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും മത്സരാർത്ഥികളെ കരഘോഷം മുഴക്കി പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു.
ഹോളി വെൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയിരിക്കുന്നു. ജേതാക്കൾക്ക് സ്പോർട്സ് കമ്മിറ്റിയുടെ ആശംസകൾ. എങ്ങനുണ്ട്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ചന്തപ്പിള്ളേരെന്നോ മറ്റോ പറഞ്ഞിരുന്നല്ലോ. ഒരു ചെറിയ ചേഞ്ച്. ചന്തപ്പിള്ളേരല്ല, കുതിരകൾ. ഇതിപ്പോ വിദേശത്തായിരുന്നെങ്കിൽ ഷാമ്പയിൻ ചിടിച്ചാന്. നമ്മളൊരു കോളയ്ക്ക് വേണ്ടി വഴിനീള അലഞ്ഞില്ലേ? അതൊക്കെ പോട്ടും പച്ചാ, നീ കാര്യത്തിലേക്ക് കിടക്ക്. ഈ ഷാമ്പയിൻ ഒന്നും നിനക്ക് താങ്ങത്തില്ല. ഗ്രേറ്റ്, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ കേക്കാണോ മാം? അത് ഇനി ഒരുപാടുണ്ട്. നമ്മുടെ സ്കൂളിന് കിട്ടിയ ട്രോഫി ഒന്നും വലിയ കാര്യമല്ല. നിങ്ങൾ ഒന്നിച്ചു നിന്ന് ആരാന്ന് കാണിച്ചു കൊടുത്തില്ലേ, അതാണ് ഗ്രേറ്റ്. നിങ്ങളെയെല്ലാം മോശമായി കണ്ടവരെ കപ്പ് നേടി നിങ്ങൾ നേരിട്ടു. ഇതേപോലെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആരും നിങ്ങളെ തോൽപ്പിക്കില്ല. വളരെ സന്തോഷമായി. ഈ ഐക്യം എന്നും ഉണ്ടാവണം. ബൈ ദ വേ, ഇത് ഫൈനൽ ഇയറാ. എക്സാം വരാൻ പോകുന്നു. ഡോണ്ട് വറി മാം, എക്സാമിനും ഇതേ ഒത്തൊരുമയോടെ ഒരേ ബെഞ്ചിൽ നിന്ന് പേപ്പർ ഷെയർ ചെയ്തോളാം മാം. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം നല്ല കുട്ടികളായി അഭിനയിക്കും. എൻജോയ് ചെയ്യില്ല. സോ ഞാൻ പോന്നു. ഹാവ് എ ഗ്രേറ്റ് ടൈം. ഹായ് മിലിമീറ്റർ. എന്താ 2 ദിവസമായി കാണാനേ ഇല്ല, എവിടെ പോയി? അതോ നിന്റെ മുഖം കണ്ട് ബോറടിച്ചില്ലേ, അതുകൊണ്ടൊന്ന് മാറിക്കാന്ന് കരുതി. ഓ, അപ്പൊ ഇന്നെന്തിനാ വന്നേ? അവിടെ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നോ? എന്തായാലും നീ എന്റെ ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഹായ്, കടിച്ചേ? ആഹാ, കാർത്തി പ്ലീസ്. എങ്ങനെയുണ്ട്? വളരെ നല്ലതാണ്. നിനക്ക് വേണ്ടി കൊണ്ടുവന്ന എനിക്ക് നീ ഇതാരുടെയാന്ന് നിനക്കറിയോ? അമ്മ പോയ ശേഷം എൻ്റെ വീട്ടിലിരുന്ന ഒരേ ഒരു സ്വത്ത് അച്ഛൻ്റെ ഫോട്ടോയും അനിയത്തിയുടെ ചെയിനോ. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതാ. അവൾ എന്നെ വിട്ടു പോകുമ്പോൾ അവൾക്ക് 10 വയസ്സുണ്ടായിരുന്നുള്ളൂ. അവൾ നിന്നെ പോലെ തന്നെയായിരുന്നു. വലിയ കണ്ണ്, ചബ്ബി ചീക്സ്, ഈ രൂപം പോലും. നിന്നെ കാണുമ്പോൾ എല്ലാം അവൾ വളർന്ന് എൻ്റെ കൺമുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുന്നേ. അതുകൊണ്ട് ഈ ചെയിൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നേ. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ മരിച്ചിട്ടില്ല, ജീവനോട് തന്നെയുണ്ട് എൻ്റെ കൺമുന്നിൽ. അപ്പൊ ഞാനും ആരും ഇല്ലാത്തവളല്ല അല്ലേ? എനിക്കും സ്വന്തമായി ഒരു ചേട്ടനുണ്ടല്ലേ? താങ്ക്സ്.
പച്ച ഒന്നിനെ നീ കണ്ടിട്ടുണ്ടോ? അറിയാം, പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടില്ല. കണ്ണാടിയിൽ പോയി നോക്ക്, കാണാം. മനസ്സിലായില്ല. മനസ്സിലാവില്ല. നിന്റെ കണ്ണടഞ്ഞിരിക്കുക, ബോധം പോയിരിക്കുക, നിനക്കൊന്നും മനസ്സിലാവത്തില്ല. കണ്ണിന്റെ കാര്യത്തിന് ഡോക്ടർ അടുത്ത് പോവാം. ബോധം പോയാ നോവേ ഡെയ്സി മാമിനെ കണ്ടേ പറ്റൂ. നീ അല്ല സംസാരിക്കുന്നേ, നിന്റെ അഹന്തയാ സംസാരിക്കുന്നേ. അല്പം സുന്ദരിയാണല്ലോ, അതിന്റെ അഹന്ത. നിനക്കിപ്പോ എന്താ പ്രശ്നം? എന്തെങ്കിലും മനസ്സിലാവുന്ന പോലെ ക്ലിയർ ആയി പറയും. ഇപ്പൊ എന്തു പറ്റി? നിനക്കറിയില്ല? നീ എന്താ ചെയ്തിട്ട് വന്നേ നിനക്കറിയില്ല? അവന്റെ അടുത്ത് നിനക്കെന്താ കാര്യം? സത്യം ചെയ്തല്ലേ മിണ്ടില്ലാന്ന്? പിന്നെന്തിനാ അവന്റെ അടുത്ത് കൊഞ്ചിക്കൊണ്ടിരുന്നേ? ഓ, അതാണോ കാര്യം? അവൻ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? അവൻ എന്റെ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അറിയില്ലെന്ന് വിചാരിച്ചോ? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മുമ്പാണേ നിങ്ങൾ വേറെ വേറെ ഗ്രൂപ്പ്, ഇപ്പൊ എല്ലാം ഒന്നായില്ലേ? അപ്പൊ പിന്നെ എന്താ മിണ്ടി? ഇപ്പൊ എന്താ കുഴപ്പം? അവൻ എന്താ പറഞ്ഞതെന്നറിയാതെ കണ്ടു. വെറുതെ ഉരുളാതെ. എന്നെ പറ്റി നിനക്ക് എന്തു തോന്നുന്നു? വെറുതെ ഇട്ട് തട്ടിക്കളിക്കാമെന്ന് വിചാരിച്ചോ? നീ പറയുന്നതെല്ലാം വിശ്വസിച്ച് നിന്റെ പിന്നാലെ ചുറ്റി കളിക്കണം ഞാൻ, പട്ടിക്കുട്ടിയെ പോലെ. ഒരുപാട് സംസാരിക്കണ്ട. സ്കൂളിൽ 1000 കുട്ടികളുണ്ട്, നിന്റെ അടുത്ത് മാത്രം മിണ്ടാൻ പാടുള്ളൂന്നാ? നിനക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പ്രശ്നം എനിക്കല്ല, നിനക്കാ. ഒത്തിരി ക്ലവറായിട്ട് സംസാരിക്കല്ലേ. ഇപ്പോഴേ ഇത്രയും വലിയ അഹങ്കാരം. ഒരു നല്ല കുടുംബത്തിൽ പറഞ്ഞ് മറ്റുള്ളവരെ പോലെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ എത്ര പേരെ വളച്ചേനെ. മതി, നിർത്ത്. കാട് കയറല്ലേ. പറയാനൊട്ട് സമ്മതിക്കുന്നുമില്ല. നീയാ മനസ്സിലാക്കാത്ത. അതെങ്ങനാ? സ്വന്തം അച്ഛനെ വിശ്വസിക്കാത്തവന് പിന്നെ മറ്റുള്ളവരെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇനി എന്നോട് മിണ്ടാനോ അടുക്കാനോ വന്നു പോകരുത്. മതിയാ എനിക്ക്. ഇവിടെ അവസാനിപ്പിക്കാം എല്ലാം. എല്ലാത്തിനും താങ്ക്സ്.
ടീച്ചേഴ്സ്, പേരൻസ്, സ്റ്റുഡൻസ്, എസ്പെഷ്യലി മൈ +2 സ്റ്റുഡൻസ്. കുറുമ്പും ഗ്രൂപ്പുമായി കുഞ്ഞുങ്ങളെപ്പോലെ ഇരുന്ന ഈ കുട്ടികൾ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. പൊതുവെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണുന്ന രീതി എങ്ങുമില്ല. വീണ്ടും അവരെ കാണുമോ ഇല്ലയോ എന്നും അറിയില്ല. വർഷാവർഷം നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ വേദനയാണിത്. ചിറകുമുളച്ചാൽ പറന്നല്ലേ പറ്റൂ. നമ്മുടെ വിദ്യാർത്ഥികൾ ഉയരങ്ങളിലെത്തുന്നതും പ്രശസ്തി നേടുന്നതുമാണ് അധ്യാപകരുടെ സന്തോഷം. എനിക്കൊരാഗ്രഹമുണ്ട്. ആകാശം മുട്ടൻ നമ്മുടെ ഹോളി ബേൾസിലെ വിദ്യാർത്ഥികൾ പറന്ന് പറന്ന് നിറഞ്ഞു കവിയണം. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയി നിലയുറപ്പിക്കണം. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ്. മാസത്തിൽ ഒരു ദിവസം അമാവാസി വരും, ഒരു ദിവസം പൗർണമി വരും. എന്നാൽ ഇന്ന് രണ്ടും ചേർന്ന് വന്നിരിക്കുന്നു. രണ്ട് ഗ്രൂപ്പായി നിൽക്കുന്നെന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷവുമുണ്ട്, വളരെ വിഷമവുമുണ്ട്. കാരണം ഡെയ്സിമാൻ പറഞ്ഞത് തന്നെ, മാഡത്തിൻ്റെ പ്രശംസയും ഞങ്ങൾ നേടി, ഒപ്പം വിഷമത്തിനും കാരണക്കാരായി. ഇതിനു മുമ്പ് ഇവിടെ പഠിച്ചവർ എങ്ങനെയോ അറിയില്ല. എന്നാൽ ഞങ്ങൾ വേറെ, ഞങ്ങളും വിദ്യാർത്ഥികൾ തന്നെ, എന്നാ വ്യത്യസ്തരാ ഞങ്ങൾ. ഇനി മുതൽ വർഷാവർഷം ഇതേ ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉറപ്പായും ഇവിടെ എത്തും. നിങ്ങളെല്ലാവരെയും കാണും. ഇതിന്റെ ഉത്തരവാദിത്തം എല്ലാവർക്കും വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു. ഇനി ഈ വേദിയിൽ പല കലാപരിപാടികൾ നടക്കാനുണ്ട്. അതിലും ചില പോഴ്ത്തരങ്ങളൊക്കെ ഉണ്ടാവാം. ക്ഷമയോടെ കാണുമെന്ന് വിചാരിക്കുന്നു. And now get ready for the show. ഒന്നായി വളർന്നു, ശോകം മറന്നു, ലോകം തിരഞ്ഞു, ഉള്ളം കവർന്നു, സ്നേഹം പകർന്നു, കൂട്ടായി നടന്നു. എങ്ങോ പിറന്നു, ഒന്നായി വളർന്നു, ശോകം മറന്നു, ഉള്ളം കവർന്നു, സ്നേഹം പകർന്നു, കൂട്ടായി നടന്നു. കനവുകൾ തഴുകിയ നാളുകൾ നെഞ്ചിലേറ്റിടാം ഇന്നും ഓർമ്മയായി. ഇനി വരും അഴകിയ നാളിലും ഒന്നായി പാടിടാം, പാടിടാം പള്ളിക്കൂടമേ. എങ്ങോ പിറന്നു, ഒന്നായി വളർന്നു, ശോകം മറന്നു, ലോകം തിരഞ്ഞു, ഉള്ളം കവർന്നു, സ്നേഹം പകർന്നു, കൂട്ടായി നടന്നു. കുളിർക്കാലം ഒന്നു തീരും നേരം വെയിൽ കാലം തരും വാനം പോലെ വാണിടേണം ഈ വീടേ. കടൽ തന്നിൽ ചെന്നു ചേരാൻ താനെ നദിയോട്, അതുപോലെ മേലിൽ മാറ്റിടേണം മനസ്സ്. വരും കാലം സുഖമോടെ കഴിയാതെ ചുവടുകൾ നീക്കാം, ഒരു നാളും കനലോടെ വടമുള്ളിനുള്ളിൽ ഛേദമില്ല, സ്നേഹത്തോടെ വാണിടാം. കനവുകൾ തഴുകിയ നാളുകൾ നെഞ്ചിലേറ്റിടാം ഇന്നും ഓർമ്മയായി. ഇനി വരും അഴകിയ നാളിലും ഒന്നായി പാടിടാം, പാടിടാം പള്ളിക്കൂടമേ. എങ്ങോ പിറന്നു, ഒന്നായി വളർന്നു, ശോകം മറന്നു, ഉള്ളം കവർന്നു, സ്നേഹം പകർന്നു, കൂട്ടായി നടന്നു.
മൂകിൽ മാഞ്ഞ വിണ്ണിൽ മിന്നി മിന്നി തിളങ്ങിയിടാം ഇനി ആശ തീരെ പാടി പാടി രസിക്കാം മലർവാസം പോലെ കാറ്റിൻ തേരിൽ കുതിച്ചിടാം അതിൽ ഊറിടുന്ന തേനിൻ സ്നേഹം രുചിക്കാം നിലവാകെ നിറഞ്ഞിടും പല ബാല്യചപലതയെല്ലാം നനവോടെ മിഴി തേടും ഈ പള്ളിക്കൂടത്തോടർ ഞങ്ങൾ പിരിയില്ല ഇനിയും. എങ്ങോ പിറന്നു ഒന്നായി വളർന്നു ശോകം മറന്നു ലോകം തിരഞ്ഞു ഉള്ളം കവർന്നു സ്നേഹം പകർന്നു കൂട്ടായി നടന്നു കനവുകൾ തഴുകിയ നാളുകൾ നെഞ്ചിലേത്തിടാം ഇന്നും ഓർമ്മയാ ഇനി വരും അഴകിയ നാളിലും ഒന്നായി പാടിടാം പാടിടാം പള്ളിക്കൂടമേ. എങ്ങോ പിറന്നു ഒന്നായി വളർന്നു ശോകം മറന്നു ലോകം തിരഞ്ഞു ഉള്ളം കവർന്നു സ്നേഹം പകർന്നു കൂട്ടായി നടന്നു. അയ്യോ ജെറി, ജെറി. അമ്മ പറഞ്ഞല്ലേ മാ ഈ ബെല്ല് മാറ്റാന്ന്. ജെറി, 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 നിങ്ങൾ വരുന്നു എന്നുള്ള ഇമെയിൽ കണ്ടപ്പോൾ നിങ്ങളുടെ പഴയ കുസൃതികളൊക്കെ ഓർമ്മയിൽ വന്നു. ഇപ്പോ നിങ്ങളെല്ലാം നന്നായി പഠിച്ച് നല്ല നിലയിലെത്തിയത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്.
ശങ്കറിനെ കാണണ്ടേ നിങ്ങൾക്ക്? ശങ്കരേ, നിന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ശങ്കർ നോക്കി, സുനി, ജഗൻ, ഗിരീഷ്, മണി, കാർത്തിക്, സത്യ എല്ലാരും നിന്നെ കാണാൻ വന്നിരിക്കുക. മച്ചാ, അളിയാ, ഇവിടെ നോക്കടാ. വാട മച്ചാ. വാടാ മച്ചാ, വെളിയിൽ ചിന്നം പിന്നെ മഴ പെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുവാടാ നീ? മഴയിൽ ചുമ്മാ മയിലിനെ പോലെ ആടണ്ടേ? ഡേയ്സി മാം പറഞ്ഞിട്ടില്ലേ? ആ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞടാ. നമ്മുടെ സ്കൂൾ ബെല്ല് വിറ്റ് കളഞ്ഞടാ. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അതാടാ ശരി. ഏയ്, അവിടെ നോക്ക്, 2 ബെല്ല് കാണുന്നില്ലേ? ഇപ്പൊ അവന്റെ മനസ്സിൽ ജെറി മാത്രമേ ഉള്ളൂ.